ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, കാക്ക ഈ മയ്യത്ത് നിസ്കാരത്തിന് മാത്രം നിങ്ങൾ വരുന്നത് എന്താ? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് എളുപ്പമല്ലേ, കുമ്പിടണ്ടല്ലോ, ചുമ്മാ നിന്നിട്ട് വല്ലതും പറഞ്ഞിട്ട് വിട്ടപ്പോൾ പോയാൽ പോരെ. അദ്ദേഹം വളരെ സരസായിട്ട്, അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സുജൂദും ഇല്ല റുക്കുമില്ല, കുറച്ചു നേരം നിൽക്കുക, അങ്ങോട്ടും കൊണ്ട് രണ്ട് തലയാട്ടുക, പോയല്ലോ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതൊരു എളുപ്പമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ വല്ലാതെ ചിന്തിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജനം അങ്ങോട്ട് മാറിയിട്ട് ചോദ്യം എവിടം വരെ എത്തി? 40 പേര് ഓൺലൈൻ ഉണ്ടെങ്കിൽ ജുമാ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെയല്ലേ ചോദ്യം? അതന്നെ. ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എല്ലാവരും ഓൺലൈനിൽ വരും. അപ്പോൾ ഉസ്താദിനോട് ചോദ്യം, ഉസ്താദ് ഇപ്പം 40 പേര് ഓൾറെഡി ഓൺലൈനിൽ നിൽപ്പുണ്ട്, ഫേസ്ബുക്കിൻ്റെ തിരക്കൊണ്ട് ജുമയ്ക്ക് പോകാൻ പറ്റൂല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങോട്ട് ജുമ നിസ്കരിച്ചാൽ മതിയോ? 40 പേരുണ്ട് ഓൺലൈൻ. എത്ര വിദഗ്ധനായിരിക്കും അത് കണ്ടുപിടിച്ച ആള്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത്, തിരക്കാണെങ്കിൽ ആ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു കറുത്ത തുണി ഇട്ട് മൂടിയിട്ട് ഹജ്ജും അവിടെ തന്നെ അങ്ങോട്ട് നിർവഹിച്ചോളൂ. ഇനിയിപ്പോൾ കഅബയുടെ അവിടം വരെ പോകണ്ട, ഒരു തുണി ഇട്ട് മൂടിയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ഒരു 7 പ്രാവശ്യം തവാഫൊക്കെ ചെയ്ത് ഹജ്ജും അവിടെ തന്നെ ആയിക്കോളി. വല്ലാതെ മാറിപ്പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഹസരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും അവൻ്റെ ജീവിതത്തിൽ ഒരു റോൾ മോഡലാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്കൊരു റോൾ മോഡൽ വേണം. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? മെസ്സി അല്ല. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? മെസ്സി അല്ല. മെസ്സി ആരാ? മെസ്സി ആരാ? മെസ്സി പച്ച വ്യഭിചാരി. മെസ്സി ആരാ? കൊള്ളുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃക മെസ്സി അല്ല. മെസ്സി ആരാ? മെസ്സി പച്ച വ്യഭിചാരി. ചെറുപ്പക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. പച്ച വ്യഭിചാരിയുടെ ചിത്രമാണ് നീ നിന്റെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെച്ചത്. ഇന്ന് ഏറ്റവും ചെറുപ്പക്കാരുടെ മൊബൈലും മെസ്സിയുടെയോ നെയ്മറിൻ്റെയോ ചിത്രമില്ലാത്ത ഒന്നില്ല. ഉണ്ടോ? ഉണ്ടാവൂല, വളരെ കുറവാ. മെസ്സി അറിയാത്തവരാരാ ഉള്ളത്? എന്നാ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. പച്ച വ്യഭിചാരി എന്ന് പറഞ്ഞാൽ ഏത് വ്യഭിചാരിയാ? നിങ്ങൾക്കറിയാവല്ലോ, കഴിഞ്ഞ ലോകകപ്പ് വേൾഡ് കപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാ. ദക്ഷിണാഫ്രിക്ക എന്താ? ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകത അറിയോ? ലോകകപ്പ് എന്താ? വേൾഡ് കപ്പ് വ്യഭിചാരത്തിന്റെ ശാലയാ. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്ത് വെച്ച് ലോകകപ്പ് നടത്തിയപ്പോൾ ഈ വേശ്യകളെ തികയാതെ വന്നപ്പോൾ അങ്ങകലേന്ന് യൂറോപ്പിൽ നിന്ന് വേശ്യകളെ ഇറക്കുമതി ചെയ്തു ദക്ഷിണാഫ്രിക്കയിലേക്ക്. അപ്പൊ എന്താ വേൾഡ് കപ്പ്? എന്താ വേൾഡ് കപ്പ്? അവിടെ കാൽപന്ത് കളിയല്ല, അവിടെ വ്യഭിചാരത്തിന്റെ കഥയാ കൂടുതൽ വരിക. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ ഈ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും അത്ര നല്ല വിഗ്രഹങ്ങളല്ല. അവിടെയാണ് ഞാൻ ഉമറിനെ മനസ്സിലാക്കി തരിക. ആരാ? മെസ്സി ആരാ? ദക്ഷിണാഫ്രിക്കയിലെ വേൾഡ് കപ്പ് നടത്തുമ്പോൾ ഏറ്റവും വലിയ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലേക്ക് വേശ്യകളെ തികയാതെ വന്നപ്പോൾ യൂറോപ്പിൽ നിന്ന് വേശ്യകളെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോ അന്ന് ഹോട്ടലുകളുടെ റൂമുകൾ മുഴുവൻ നേരത്തെ ബുക്കായപ്പോ അവസാനം സഞ്ചരിക്കുന്ന ആഡംബര വാഹനത്തിന്റെ നടുവിൽ വ്യഭിചാരത്തിന് സൗകര്യം ഒരുക്കി കൊടുത്ത വേൾഡ് കപ്പ് കടന്നുപോയി. സഹോദരങ്ങളെ, അർജന്റീന ലോകകപ്പിൽ തോറ്റെന്ന് മാത്രമല്ല, അന്തം വിട്ട തോക്കല് തോറ്റ്, എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ അതിന്റെ നിരാശ മാറാൻ അന്തം വിട്ട തോക്കല് 4 ഗോളിന് എതിരില്ലാത്ത 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ തന്റെ കാമുകിയുമായി ഹവായ് ദ്വീപിലേക്ക് പരാജയം മറക്കാൻ ഹവായ് ദ്വീപിലേക്ക് തന്റെ കാമുകയെയും പിടിച്ചുകൊണ്ട് മെസ്സി പോകുമ്പോ വിമാനത്താവളത്തിൽ അരക്കൈപ്പോട്ട് തുണിയില്ലാത്ത കാമുകയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ലോകത്ത് മുഴുവൻ വരുമ്പോ പരസ്യമായി വ്യഭിചരിച്ചവന് സാധാരണ വ്യഭിചരിക്കാൻ പോകുന്നവൻ രഹസ്യമായി വ്യഭിചരിക്കും. ഹവായ് ദ്വീപിലേക്ക് ഭാര്യയല്ല കാമുകയുമായിട്ട് വ്യഭിചരിക്കാൻ പോകുമ്പോ ഫോട്ടോഗ്രാഫറിന് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയായ മെസ്സിയുടെ ചിത്രം നിന്റെ മൊബൈലിലും നിന്റെ വീടിന്റെ അലമാരയിൽ സൂക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്താ പൊന്നുമോനെ കരുതിയിരണ്ട. വ്യഭിചാരത്തിന്റെ ശീലമല്ലേ പഠിച്ചു പോയത്? ആധുനിക
ധാർമ്മികതയുടെ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഇടയിൽ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ, ധാർമ്മികത കുടിച്ചു മൂടപ്പെടുമ്പോ, സത്യം കുടിച്ചു മൂടപ്പെടുമ്പോ, സ്നേഹം കുടിച്ചു മൂടപ്പെടുമ്പോ, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ലോകം, മനുഷ്യൻ രാക്ഷസനായി മാറുന്ന കാലം, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ, പാവപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് കയറി വരികയാ. ആ കയറി വരുന്ന ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് കയറി വരുമ്പോ വാതിലിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ടവനെ പിച്ചാത്തി കൊണ്ട് കഴുത്തിന് വെട്ടി വീശി, അവസാനം വിധിയുടെ സൗഭാഗ്യം കൊണ്ട് അവൻ പ്രാണരക്ഷാത്തമോടി വീടിന്റെ മുറ്റത്ത് തളർന്നു വീടുമ്പോ, ചോരയിൽ കുളിച്ച പാവപ്പെട്ടവനെ ആംബുലൻസിലോട്ട് കയറ്റുമ്പോ വിതുമ്പുന്ന ചുണ്ടുകളോട് എന്റെ 4 വയസ്സുള്ള പൊന്നുമോളും എനിക്ക് ജന്മം തന്ന അമ്മയും അടുക്കളയിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോ, ഓടിച്ചെന്ന് നോക്കിയ ആ നാട്ടുകാർ കണ്ടതെന്തെന്നറിയോ? 4 വയസ്സുകാരി പൊന്നുമോള് 20 പ്രാവശ്യം മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടി നുറുക്കി. അതിന്റെ അടുത്തൊരു പാവപ്പെട്ട വൃദ്ധ കൈകാലുകൾ വെട്ടി നുറുക്കപ്പെടുമ്പോ ആരാ ചെയ്തതാരാ? സ്വന്തം കാമുകന്റെ കൂടെയുള്ള ജീവിതത്തിന് 4 വയസ്സുള്ള പൊന്നുമോള് തടസ്സമായപ്പോ, ആ കാമുകന്റെ കൂടെ അവളുടെ കാമത്തിന്റെ പേക്കൂത്തു തീർക്കാൻ 4 വയസ്സുകാരി പൊന്നുമോള് കത്തി കൊണ്ട് കൊത്തിയെറിഞ്ഞ രാക്ഷസിയുടെ ലോകം കണ്ട് കണ്ട് നമ്മൾ എത്രയോ മരവിച്ചു പോയടാണ്. അവളുടെ പേര് അനുശാന്ത എന്നാണത്രേ. ഏത് ശാന്തതയാണ് അവളുടെ മുഖത്ത്! 4 വയസ്സുള്ള പൊന്നുമോള് കാമത്തിന്റെ മുമ്പിൽ പ്രസവത്തിന്റെ വേദന മറന്നു പോയ അമ്മ എന്ന് പറയുന്ന 2 അക്ഷരം. അനുശാന്ത എന്ന അമ്മയെ നിനക്കറിയുമോ? ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞവൻ വെട്ടുമ്പോ ആ സമയത്ത് വേദന കൊണ്ട് ആ കുഞ്ഞ് നിലവിളിച്ചത് അമ്മേ എന്നല്ലയോ? അവസാനം അവളുടെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ രക്ഷപ്പെടാൻ ആ കുഞ്ഞ് വിളിച്ചത് അമ്മയെന്നല്ലയോ? 2 അക്ഷരം തമ്മിൽ കൂട്ടി പറയാൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അവൾ അമ്മിഞ്ഞ പാല് കടിഞ്ഞിട്ട് പറഞ്ഞ 2 അക്ഷരം അമ്മ. അവസാനം ആ കണ്ണിലേക്ക് 4 വയസ്സുള്ള പൊന്നുമോളുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നതിന് മുമ്പ്, മരണത്തിലേക്ക് മരണവേദന സഹിക്കുമ്പോഴും ആ 4 വയസ്സുള്ള പൊന്നുമോള് വിളിച്ചത് അമ്മ. പെണ്ണേ, നീ നിന്റെ കാമത്തിനും നിന്റെ കാമുകന്റെയും മുമ്പിൽ നീ നശിപ്പിച്ചത് അമ്മ എന്ന മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ 2 അക്ഷരത്തെ എങ്ങനെയാണ് അട്ടക്കുളങ്ങരയിലെ തടവ് പെണ്ണുങ്ങൾ പോലെ സഹിക്കുക? അവരെങ്ങനെയാണ് സഹിക്കുക? ജയിലിന്റെ ഇരുമ്പടിക്കുള്ളിൽ കിടക്കുന്ന അട്ടക്കുളങ്ങരയിലെ തടവ് പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ പോലും അവൾ രാക്ഷസിയായി മാറുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പും ഫേസ്ബുക്കുമായി പാതിരാത്രികളെ ചെലവഴിച്ചു കളയുമ്പോ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി വാട്സപ്പിലൂടെ കാമുകൻ അയച്ചു കൊടുത്തു അത്രേ. എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയുക, മനുഷ്യരെ തലതാഴ്ത്തുക. തന്റെ 4 വയസ്സുള്ള പൊന്നുമോള് വെട്ടേറ്റ് പിടയുന്ന ചിത്രം കാമുകനി അമ്മയ്ക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു അത്രേ. കാമമേ, നിന്റെ പേരോ അമ്മ. പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ലോകം അതപ്പതിച്ചു പോകുമ്പോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വന്തം ബീജത്തിൽ പിറന്ന 5 കുഞ്ഞുങ്ങള് ജീവനോടെ കുടിച്ചു മൂടിയ ഖത്താബിന്റെ മകൻ ഉമറിനെ ഞാനതാണ് പറഞ്ഞത്. വർത്തമാനകാലത്തിന്റെ ദർപ്പണത്തിലൂടെ നാം കാണുകയാണ് 1400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചു പോയ മരുഭൂമിയിലെ കാട്ടാളനെ ഖത്താബിന്റെ മകൻ ഉമറിനെ. ഉമറാരാ? തന്നിക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉമർ. പക്ഷേ ഉമറിന് മാനസാന്തരമുണ്ടായി. എപ്പോഴെന്നറിയോ? 2 മണിക്കൂർ വയൽ കെട്ടപ്പെടല്ല, ദീർഘകാല വായനയ്ക്ക് ശേഷമല്ല. ഈ പ്രാവശ്യം ഇന്ത്യയിലാദ്യമായി 600 കിലോമീറ്റർ ഓടി തീർത്ത മാരത്തണിന്റെ ദേവാട് ബോബി ചെമ്മണ്ണൂർ മിനിങ്ങാന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടിയില്ല. അവസാനം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പോകണമെന്ന് എനിക്ക് തോന്നിയത് മദർ തെരേസയുടെ ജീവിതം വായിച്ചപ്പോഴാ. ബോബി ചെമ്മണ്ണൂരിന് മദർ തെരേസയുടെ ജീവിതം മുഴുവൻ വായിക്കേണ്ടി വന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കള്ളുകുടിച്ചിട്ട് ആദ്യം കാണുന്നവന് അരയിൽ കിടക്കുന്ന വാളിന്റെ
മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കിയ കാട്ടാളനായ ഉമറിന് ഒരാളുടെ ജീവചരിത്രം വായിക്കേണ്ടി വന്നില്ല, ഒരു ദിവസം മെനക്കെടേണ്ടി വന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ഖുർആൻ ഓതുകയാണ്. ഹബീബായ മുത്തിന്റെ തലയെടുക്കാൻ ഊരി പിടിച്ച വാളുമായി ഉമർ പോവുകയാണ്. ആ സമയത്താണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ആയത്ത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് ഇനി ഞാൻ നന്മക്കാണ്, ഇനി ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനായി, ഒരു മനുഷ്യനായി, ഒരു മത്തനായി തിരിച്ചു വന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവസാനം ആ കാട്ടാളം പിന്നീട് ജന്മം മാറിയപ്പോ, മാനസാന്തരത്തിന്റെ മാതൃകയായപ്പോ, അവസാനം ഇന്ത്യ പാക് വിഭജനം നടക്കുന്ന സമയത്ത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും പരസ്പരം കൊത്തിയെരിഞ്ഞ് നവകാലിയുടെ അഭയാർത്ഥി ക്യാമ്പിൽ ശിരസെട്ട കബന്ധങ്ങളുടെ മുമ്പിൽ സാക്ഷാൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞതെന്താ? ഇന്ത്യ രാജ്യത്തിലെ സമാധാനമെങ്കിൽ മക്ക ഭരിച്ച ഉമറിന്റെ ഭരണം ഇന്ത്യക്ക് വേണമെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും പറഞ്ഞു പോയാ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും എനിക്ക് ലോകം മുഴുവനും അടക്കി പിടിക്കണം, എന്നിട്ട് ഉമർ ഭരിച്ചതുപോലെ എനിക്കും ഭരിക്കണമെന്ന് നെപ്പോളിയൻ പോലും പറയുന്ന അവസ്ഥയിൽ ആരും കൊതിക്കുന്ന മനുഷ്യനായി മാറി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പിന്നെ ഉമർ ആരായി മാറി? ലോകത്ത് പിന്നീട് എല്ലാവരും ആഗ്രഹിച്ചു അവർക്ക് ഉമറാകണമെന്ന്. ഇതാണ് മനുഷ്യൻ. പിന്നീട് വന്ന ചരിത്രകാരന്മാർ മുഴുവനും ആഗ്രഹിച്ചു, അവരവർ പറഞ്ഞു എനിക്ക് ഉമറാവണം. ആരായി ഉമർ? ആരായി ഉമർ? മനസ്സിലാവണില്ലേ? എന്തിട്ടിരിപ്പ പടച്ചോനിരിക്കണത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി ഇരിക്കണമാതിരി ജയിച്ചോന്ന് പറഞ്ഞുകൂടാ, തോക്കുമെന്ന് പറഞ്ഞുകൂടാ. ഒരാൾ LDF പറഞ്ഞ് 20 സീറ്റ് അവർക്കാന്ന്, UDF പറഞ്ഞ് 20 അവർക്കാന്ന്. ഇതിപ്പോൾ 40 സീറ്റ് മത്സരം നടന്നെന്ന് തോന്നുന്നു പറയാനായിട്ടാ. ഇപ്പം അവരെ കണക്കനുസരിച്ച് 40 സീറ്റ് മത്സരം നടക്കണം. LDF പറഞ്ഞ് 20 അവർക്കാണ്, UDF പറഞ്ഞ് അവർക്ക് 20 ഉറപ്പാണ്. ആകെ എത്ര മത്സരം നടന്നിട്ടുള്ളൂ? 20 ഉള്ളു താൻ. എനിക്കിപ്പോൾ LDF ഇല്ല, UDF ഇല്ല, എനിക്കില്ല അമത വല വിമത. നമുക്കിപ്പോൾ ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ, അത് വേറെ കാര്യം. ആര് വന്നാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് നോക്ക്. വെളുത്തുള്ളി തിന്ന കാലം മറന്നു. എത്ര വില? പെട്രോൾ വാങ്ങിക്കാൻ പറ്റും, അതും പറ്റും. എല്ലാം കണക്കാണ്. ഒന്ന് പോട്ടെ, അത് വേണ്ട, രാഷ്ട്രീയം വേണ്ടല്ലേ, അത് വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രാഷ്ട്രീയക്കാരാക്കി അല്ലാഹു തരട്ടെ. ആമീൻ പറ. നല്ല രാഷ്ട്രീയക്കാരുണ്ട്. വെള്ളിയാഴ്ച ദിവസം തൻ്റെ പാർലമെന്റിന്റെ വലതുഭാഗത്തുള്ള ഓഫീസിൽ വെള്ളിയാഴ്ച സന്ദർശകരുടെ തിരക്ക് കൂടിയിട്ട് അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയ്ക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ബാങ്ക് കേട്ടിട്ടൊരു മനുഷ്യൻ അന്നത്തെ MP കസേരയിൽ മുഖം വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ആളുകൾ ചോദിച്ചു എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇന്നെൻ്റെ ആളുകളുടെ തിരക്ക് കാരണത്താൽ എന്നും ഞാൻ ഓതുന്ന സൂറത്തുൽ കഹ്ഫ് എനിക്കിന്ന് വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ലല്ലോ അള്ളാഹുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ് കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയി, അതൊക്കെ മരിച്ചുപോയി. ഇന്ന് ആ പോട്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നമ്മളെ നന്നാക്കി തരട്ടെ. ഉമർ നാട് ഭരിച്ചു. ഇങ്ങോട്ട് നോക്കുമോനെ, ഞാൻ പറയണത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഥയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രചരണമൊക്കെ നടത്തി, അവസാനം കൊട്ടിക്കലാശമൊക്കെ നടത്തി, ആടിത്തിമിർത്തും പാടിത്തിമിർത്തും ഒക്കെ നിന്നാൽ കിട്ടുന്ന സീറ്റ് പരമാവധി എത്ര വർഷം? ഈ സ്ഥാനാർത്ഥികൾ വീട് തോറും കയറി ഇറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അവരവസാനം എങ്ങാനും ഒരാൾ ജയിച്ചാൽ കിട്ടുന്ന സീറ്റ് എത്രയുള്ളൂ പരമാവധി? 5 വർഷം. 5 വർഷം കഴിഞ്ഞാൽ അടുത്തയാൾക്ക് മാറി കൊടുക്കണം, ഇല്ലെങ്കിൽ വീണ്ടും മത്സരിക്കണം. ഞാൻ പറയുന്ന സീറ്റ് എന്നറിയോ? ഉമർ മേടിച്ച സീറ്റാ റളിയല്ലാഹു തആല. ആ സീറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
അല്ലാഹു പറയുകയാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അല്ലാഹുവിനെ അനുസരിക്കുകയും സൽക്കർമ്മയും ചെയ്യുകയും ചെയ്ത അവനെ അനുസരിച്ച് ജീവിച്ച അല്ലാഹുവിന്റെ ദാസന്മാർക്ക് അല്ലാഹു കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈ കുറെ നാളുകൾ ചുവരെടുത്തിയും ബാനർ പിടിച്ചും ഫ്ലെക്സ് പിടിച്ചും കൂടെ നടന്നും ബക്കറ്റ് പിടിച്ചും കൊട പിടിച്ച് നടന്നു പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിന് വിജയിച്ചാൽ കിട്ടുന്നത് 5 വർഷത്തെ സീറ്റാണെങ്കിൽ അതെങ്ങാന് സരിതയെ പോലെ ഒരാൾ വന്നാൽ പിന്നെ എപ്പോ വേണമെങ്കിലും പോകാൻ പറ്റുന്നതാണെങ്കിൽ അല്ല പറയുകയാ മത്സരിക്കാനുണ്ടോ എന്നോട് മത്സരിക്കുന്ന ആളുകൾക്ക്, എന്റെ ദീനിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നിടെന്താ? കാനത്തിലേക്കും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഞാനൊരു സീറ്റ് കൊടുക്കുകയാ. ആ സീറ്റ് കിട്ടിയാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗ്ഗത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഖാലിദീന ഫീഹാ, അതൊരിക്കലും എല്ലായ്പ്പോഴും നിത്യമായി നിൽക്കുന്നടാ. എന്ന് മാത്രമല്ല ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സീറ്റ് നിനക്ക് കിട്ടിയാൽ ഒരു പ്രാവശ്യം കിട്ടിയവൻ പിന്നെ അവൻ അവസാനം വരെ മാറിക്കൊടുക്കേണ്ട. ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അതൊരിക്കലും മാറിക്കൊടുക്കേണ്ട സീറ്റല്ല. യഥാർത്ഥ ബുദ്ധിമാനാരാ? ആ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവനല്ലേ? ആ സീറ്റിന് വേണ്ടി മത്സരിക്കേണ്ടവനല്ലേ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ അതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളെയും അനാശാസ്യങ്ങളെയും ജീർണതകളെയും അശ്ലീലങ്ങളെയും ആഭാസങ്ങളുടെയും ആവർത്തനമായി ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോ ഉമർ എല്ലാത്തിനോടും വിട പറഞ്ഞു. കള്ളിനോട് വിട, പെണ്ണിനോട് വിട, ലഹരിയോട് വിട, ഈ അസത്യത്തിനോട് വിട, ഈ ഇരുട്ടിനോട് വിട. ഇനി എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? അതല്ലാന്റെ സ്വർഗത്തിലേക്കാ. ഞാൻ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷാഫി മന്നാനി വഅദ് പറഞ്ഞല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഇന്നലെ പാതിരാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു മാളിക കണ്ടു, സ്വർഗത്തിലൊരു മാളിക. ആ മാളിക മുഴുവനും ഒറ്റമുത്തിനാലുള്ള മാളിക. ആ മാളികയുടെ മുൻഭാഗത്തൊരാളുടെ പേരെഴുതിയിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ അതാരുടെ പേരാണെന്നറിയാ? എന്റെ പേരാണോ? അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ കണ്ട മാളികയുടെ മുകളിൽ എഴുതിയിരിക്കുന്നതെന്നറിയാൻ സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ ഇരിക്കവേ ഹബീബായ മുത്ത് വിരൽ ചൂണ്ടിയത് ആരുടെ നേർക്കാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ നളർതു ഇലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉമറ. സ്വർഗത്തിന്റെ ഒരു വലിയ കവാടത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന് ആരാ പറയുന്നടാരാ? ഈ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ നാളെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ പേരെഴുതി വെക്കാൻ കഴിഞ്ഞു പോയാ പെങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, മരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, ഹിസാബിന് ശേഷമുള്ള സ്വർഗമല്ല, സിറാത്തിന് ശേഷമുള്ള സ്വർഗമല്ല, പരസ്പരം വേർതിരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, മക്കയുടെ മണൽത്തരിയുടെ മുമ്പിൽ ജീവനോടെ ജീവിച്ചിരിക്കുമ്പോ, പച്ച മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോ, ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത, ഇതേവരെ കള്ളം പറയാത്ത ആമിനയുടെ മുത്തു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ വാതിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് മറേ. ചെറുപ്പക്കാരാ, ഈ ശാന്തിഗിരിയുടെ പ്രാന്തപ്രദേശത്ത് പോത്തങ്കോട് വെയ്ത്തി ഷെട്ടിന്റെ മുകളിൽ ചുമന്നാക്ഷരത്തിലോ പച്ചാക്ഷരത്തിലോ വെള്ളാക്ഷരത്തിലോ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കാര്യമാവുള്ളത്? ആരാണ്ടോ ചൂണ്ടിക്കാണിച്ചവന്റെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തി കയറ്റിയിട്ട് നീ
നിരപരാധിയുടെ കുടൽമാല വെളിയിലേക്ക് ഇട്ടിട്ട് അവസാനം അവന്റെ ആളുകൾ പതിയിരുന്നിട്ട് നിന്റെ കഴുത്ത് വെട്ടിയെറിയുമ്പോ നിന്റെ വീടിന്റെ മുമ്പിലോ നിന്റെ നാടിന്റെ മുമ്പിലോ വെയിറ്റ് ഷെഡിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് എന്ത് കിട്ടിയടാ പൊന്നുമോനെ? നിന്റെ ഉമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടെന്നല്ലാതെ, നിന്റെ ഭാര്യക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടെന്നല്ലാതെ, നിന്റെ മക്കൾക്ക് അവരുടെ ഉപ്പയുടെ ചുടുചുമ്മനം നഷ്ടപ്പെട്ടെന്നല്ലാതെ, നാളെ അതിന്റെ പേരില് നായമൂത്രമൊഴിക്കുന്ന വെയിറ്റ് ഷെഡിന്റെ മുമ്പിലോ പട്ടി കാട്ടിക്കുന്ന മണ്ഡപത്തിന്റെ താഴ്ഭാഗത്തോ നിന്റെ പേരിൽ 4 സിമന്റ് കട്ട വെച്ചത് കൊണ്ട് നിനക്കൊന്നും കിട്ടില്ല ചെറുപ്പക്കാരാ. എത്രയോ സ്മാരക മന്ദിരങ്ങൾ കാണാറുണ്ട്, എത്രയോ വെയിറ്റ് ഷെഡ് കാണാറുണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം അവനേതോ പിച്ചാത്തിപ്പിടിയിൽ പുകഞ്ഞു പോയെന്നാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയേണ്ടത് എന്താ? ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ, മരിച്ചതിന് ശേഷമല്ല, പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ അവനവന്റെ പേരെഴുതി വെക്കാൻ കഴിഞ്ഞാൽ, ചെറുപ്പക്കാരാ, ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഈ മുല്ലമൊട്ട് പോലെ ചിരിക്കുന്ന യൗവനമിന് തിരിച്ചു കിട്ടില്ല. ഇവിടത്തെ വെയിറ്റ് ഷെഡിന്റെ പേരിനല്ല, അള്ളാന്റെ സ്വർഗത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ ഇത്ര ഉഷാറായിട്ട് വാളു പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞ ഞാൻ നിർത്തിയിട്ട് പോയി എൻ്റെ ജോലിക്ക്. എനിക്കിപ്പോൾ ഇത് വലിയ തീവണ്ടി ഓടിക്കണ കേസൊന്നും അല്ല. ഇത് കിട്ടിയ ഒരു സമയം, വല്ലപ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടുക. നേരത്തൊക്കെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് തിരുവനന്തപുരം, നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുക. ആ സമയത്ത് കിട്ടിയ സമയം പാഴാക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇല്ലൻ്റെ മുകളിൽ സ്റ്റാമ്പ് പൊട്ടിച്ചമാര് ഒരുമാതിരി ഈ ഫ്രീസറിൽ വെച്ച് ബ്ലോക്കോടെ ഇരിക്കണമായിരുന്നു. ഒരാമീനെങ്കിലും പറയണ്ടേ? സ്വർഗത്തിന്റെ മുകളിൽ പേരെഴുതണമെങ്കിൽ ആമീൻ കൊണ്ടേ കഴിയൂ, വേറൊന്നും കൊണ്ട് കഴിയൂല. വെയിറ്റ് ഷെഡിന്റെ മുകളിൽ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരാൾക്കും എന്നോട് സങ്കടം തോന്നരുത്, എന്നോട് പ്രയാസവും തോന്നരുത്. ആ എഴുതിയത് പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നാളെ നീ സ്വർഗത്തിലെ പറവകളെ പോലെ പച്ചക്കുപ്പയുടെ മുമ്പിൽ ചുറ്റിക്കളിക്കും. നിന്റെ പേര് നാട്ടുകാർ ഓർത്തു എപ്പോ? നീ മരിച്ചത് അള്ളാന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നീ നാളെ പച്ചക്കുബ്ബയുടെ കീഴിൽ ചുറ്റിപ്പറക്കുന്ന സ്വർഗത്തിലെ പറവകളെ പോലെയാ. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ നേടിയത്? ൂരിന്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കൊടിയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ് ആ പകരത്തിന്റെ കണക്കെടുപ്പിലാണ് കുടൽമാല വെളിയിലേക്ക് വന്നത്. ഒന്നും നേടാനില്ല. പക്ഷെ ഈ ഭൂമിയിലിരിക്കുമ്പോ അതാണ് മഹാൻ. മഹാനാരാ? മഹാനാരാ? മഹാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഹാന്മാർക്ക് ഒരു കുഴപ്പമില്ല, ക്ഷാമവയില്ല, എല്ലാവരും മഹാന്മാരാ. അവരവർ തന്നെ പറയുക, അവരവർ തന്നെ അവനവനെ മഹാനാക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുക. മഹാന്മാര് ഒരാൾ പ്രസംഗിക്കുക, ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നില്ല. അങ്ങനെ മഹാനാക്കുകയാണ് അവര്. അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുക. എടാ, ഇത് ആരെ ആണ്ട് നേർച്ച? എൻ്റെ ആണ്ട് നേർച്ച. അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുകയാണ്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എങ്ങോട്ടായി ആളുകൾ എഴുന്നേറ്റ് പോകുന്നു? അവിടെ എന്തോ വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ഒന്നുമില്ല, ആരും ഓടണ്ട, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നു. എങ്ങോട്ട് പോകാനാ? എവിടേക്ക് പോകാനാ? അവിടെ ഇരി. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോളൂ. വല്ല ആക്സിഡന്റ് എന്തെങ്കിലും ആയിരിക്കും. റോഡ് സൈഡല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പൊ മനസ്സിലായ ഞാൻ മഹാനാന്ന്. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്താണെന്നറിയോ, അവനവനെ തന്നെ നമ്മൾ പറയരുത്. ഇപ്പൊ ഇവിടെ ആരോ അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അഹമ്മദ് കബീർ വാക്കബി സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ്. അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ആരിഫീങ്ങളും വലിയ ഔലിയാക്കളും അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ആ പദമൊന്നും അഹമ്മദ് കബീറിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പറയരുത്. കുട്ടികളൊരാവേശത്തിൽ, ഈ കുട്ടികൾ ഭയങ്കര കുട്ടികളെ, എന്നെ പ്രസംഗത്തിന് ബുക്ക് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ മതിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച ആളുകളാകുമാർ. ഞാൻ ഒരു ദിവസം രാവിലെ കോഴിക്കോട് നിന്ന് വാദം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ പുതിയതായിട്ട് പണിത വീടിനെ നല്ല പെയിന്റ് അടിച്ചിട്ട് ഒരാഴ്ചയില്ല. അതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ സിറാജുൽ ഹുദ യൂത്ത് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ അഹമ്മദ് കബീർ വാക്കവി പോത്തങ്കോട് പ്രസംഗിക്കുന്നെന്ന് എൻ്റെ വീടിൻ്റെ ചുമരിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച മഹാന്മാരാണ് ഇവർ. അതോർത്തിട്ട് ഞാൻ വരുമ്പോഴാണ്, കയറി വരുമ്പോൾ എന്താ ഇവിടെ നിന്ന് പോകാം, എന്താ ഡ്രാക്കുള പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേ പറയാവുള്ളൂ. അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊക്കിക്കളയരുത്. സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് എന്നൊക്കെ പറയുമ്പോൾ
അത്രയൊന്നും വേണ്ട. അഹമ്മദ് കബീർ വാക്കവി പ്രസംഗിക്കുന്നു, അത്രയൊക്കെ മതി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ആയിട്ടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല ഒരു സദസ്സായിരുന്നു, അതിനെ കുളവാക്കി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈമാനൊക്കെ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പ്രയാസത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഉമറിനെ കുറിച്ച് പഠിച്ചെന്താ? റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയമാകുമ്പോൾ തൻ്റെ നാട് ഭരിക്കുമ്പോൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ തൻ്റെ ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുമായിരുന്നു സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്, സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല. പോയവരൊക്കെ തിരിച്ചു വന്നു. എന്താ സംഭവം? എന്താ പോയാരും വന്നില്ല? എന്തു പറ്റിയതാ? പോയില്ലേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം, മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ വെച്ച് മാറണം. അതാണ് മാറ്റത്തിന്റെ തുടക്കം. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു പല സമയത്തും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നാം ഒക്കെ പ്രസംഗിക്കുക. ഉമർ റളിയല്ലാഹു തആല ഒരു രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. തൻ്റെ ആളുകളുടെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് രാത്രിയിൽ ഉറക്കമിളച്ച് നടന്ന നീതിയുടെ ഭരണാധികാരിയാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ പിന്നീട് ആരായി മാറിയെന്നറിയോ? കള്ളിന്റെ കുപ്പി പൊട്ടിച്ച കൈകൊണ്ട് ഉമർ ഒരു കത്തെഴുതിയിട്ടിട്ടപ്പോ നൈൽ നദി പോലും, ഒരു നദി പോലും ഉമറിന്റെ മുമ്പിൽ പേടിച്ചു നിന്നു. എത്രയോ ചരിത്രങ്ങൾ. നൈല് കരകവിഞ്ഞൊടുക്കുകയാണ്. ആളുകൾ പരാതി പറഞ്ഞു, ഉമറെ റളിയല്ലാഹു തആല അൻഹു കന്യകയെ ബലിദാനം കൊടുത്താലേ നൈലിന്റെ കോപമടങ്ങും. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് തിരിച്ചൊരു കത്തെഴുതി, മിൻ അബ്ദില്ലാഹി ഉമറ ഇലാ നൈലി മിസ്ര. ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക, ഒരു മനുഷ്യൻ ഒരു നദിക്ക് കത്തെഴുതുക. എന്നിട്ട് പറഞ്ഞു, ഇൻ കുന്തി തജ്രി ബി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് നൈലെ നീ സഞ്ചരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരുടെ നാണ്യവിളകൾ നശിപ്പിക്കാതെ, അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നീ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കത്ത് കൂലം കുത്തിയൊടുകുന്ന നൈലിലേക്ക് ഇടുമ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ആ നൈൽ അതിന്റെ വെള്ളപ്പൊക്കം അവസാനിച്ച് സ്വച്ഛന്തമായി നിന്നുകൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മറ്റൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പോയ ആളുകളൊക്കെ വന്ന ആക്സിഡന്റ് കാണാൻ പോയൊരു എന്ത് സംഭവിച്ചവിടെ അതും അറിയില്ല. പോയ ആളുകൾ വന്നിട്ടില്ല. ശരി, കല്യാണത്തിന് പോയവർ വന്നില്ല. തിരിച്ചു വന്നാലല്ലേ പുതിയാപ്പിള അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങോട്ട് വാ. മലേഷ്യയുടെ 393 യാത്രക്കാരുമായി വിമാനം അപ്രത്യക്ഷമായിട്ട് മാസം 1 കഴിഞ്ഞു. അവര് മരിച്ചോ ജീവിച്ചോ അതോ ബൈനൽ ഹയാത്തി വൽ മയ്യത്തോ ഒന്നും അറിയില്ല. 40 രാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാ സൂക്ഷ്മദർശിനിയിലൂടെ. അവരുടെ കണ്ണിൽ ഇന്നേ വരെ പെട്ടിട്ടില്ല എവിടെയുണ്ടെന്ന്. കാരണം മനുഷ്യന് കാണാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യന്, സാധാരണ മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയില്ലേ? സാധാരണ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എത്ര അകലം വരെ കാണാൻ പറ്റും? കേക്ക്, ഞാൻ മലേഷ്യ വിമാനം പറഞ്ഞില്ല, ഇങ്ങോട്ട് നോക്ക്. ഒരാൾ നോക്കിയാൽ എവിടം വരെ കാണാൻ പറ്റും? ഒരു 1/2 കിലോമീറ്ററോളം നേരെ കിടന്ന ഒരു പൊട്ട് പോലെ കാണാം, ഇല്ലേ? ഒരു ശാംസിലായിരിക്കുക. അള്ളാഹു നല്ല കാഴ്ച കൊടുക്കട്ടെ, അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. കൽബിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ, കണ്ണിലും അള്ളാഹു ബസീറത്ത് കൊടുക്കട്ടെ. ഒരു 1/2 കിലോമീറ്റർ കാണാൻ പറ്റൂലേ? പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് പറ്റൂല്ലോ. എന്നാൽ അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിൻ്റെ ചോട്ടി കിടക്കണം നിനക്ക് കാണാൻ പറ്റൂല.
പറ്റൂ? ഖുർആൻ, ഖുർആൻ, ഞാനല്ല ഖുർആൻ. അള്ള കാണണ്ടെന്ന് വിചാരിച്ചാൽ നിന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന സാധനം കാണാൻ നിന്നെ കൊണ്ട് പറ്റൂല. ഖുർആൻ മനസ്സിലാവാനുണ്ടോ പറയണുണ്ടോ? എവിടെയാന്ന് ചോദിച്ചാൽ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ് 7 യുവാക്കളങ്ങകലെ വനാന്തരത്തിൽ പോയി 350 വർഷം ഉറങ്ങിക്കിടക്കുകയാ. അവരെവിടെയാ കിടക്കുന്നത്? എവിടെയാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ നാട്ടിലെ അങ്ങാടിയിലെ ജനങ്ങൾ താമസിക്കുമ്പോ അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് 7 യുവാക്കൾ കിടന്നുറങ്ങുന്നത്. പക്ഷേ 309 വർഷം ആ നാട്ടുകാരവരെ കണ്ടെത്തിയില്ല. കേട്ടാൽ കേൾക്കുന്ന, അവര് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 യുവാക്കളെയും അവരുടെ നായെയും കടത്തുറക്കിയത്. പക്ഷേ 350 വർഷം ആ ജനത്തിന് അള്ളാഹ് കാണിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്താണ് 7 യുവാക്കളെ കിടന്നതിന്റെ തൊട്ടടുത്താണ് ആ നാട്ടിലെ അങ്ങാടി. ആ അങ്ങാടി അവര് കിടന്നതിന്റെ വിളിയടയാളത്തിനപ്പുറമാ. ആ അങ്ങാടിയിലാണെങ്കിലോ ധാരാളം കടകളുണ്ട്. അങ്ങാടിയിൽ എങ്ങനെ മനസ്സിലായി? ഭക്ഷണം വാങ്ങിക്കാൻ വിട്ടപ്പോ 7 പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോ അവര് പറഞ്ഞത് ഫല്യൻളുർ അയ്യുഹ അസ്കാ തആമ, ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാനാണ്. അപ്പൊ ഒന്നിലധികം ഭക്ഷണം കിട്ടുന്ന സ്ഥലം അവിടെ ഉണ്ടാവണ്ടേ? ഖുർആൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അങ്ങാടിയിൽ ധാരാളം ആളുകളുണ്ട്, കടയുണ്ട്. അവര് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിനപ്പുറമാണ്. 309 വർഷം 7 യുവാക്കളെ അള്ളാഹു ഉറക്കിയത് അവര് കണ്ടില്ല. കണ്ടോ? നടന്നു പോകുന്ന വഴിയിലാണ് ഉസൈർ നബി മരിച്ചു കിടന്നത്. ആ നാട്ടുകാർ കണ്ടില്ല ഉസൈർ നബിയെ. അള്ളാഹ് കാണിക്കണ്ടെന്ന് വിചാരിച്ചാൽ മലേഷ്യൻ വിമാനമല്ല, ഇപ്പോ ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായി കടലിൽ ഇറങ്ങിയിട്ടിരിക്കുകയാണ് മനുഷ്യലോകം. അള്ളാഹ് കാണിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ കാണിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ ഇരുന്നിട്ട് മലേഷ്യയുടെ വിമാനം എവിടെയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉമർ ഉണ്ടാവണം. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞത്, വെറും ഉമറിനെ പറയാനല്ല, വെറും ഉമറുള്ളാന്റെ ചരിത്രം പറയാനല്ല, അത് പറയുന്നതിനോടൊപ്പം തന്നെ ഒന്നുകൂടി മനസ്സിലാക്കാൻ മലേഷ്യയുടെ 293 യാത്രക്കാർ എവിടെ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ഉമർ ഉണ്ടാവണം. റളിയല്ലാഹു അൻഹു ഉമർ എന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ. പറയില്ലേ? മദീനത്തെ പള്ളിയിലെ മിഹ്റാബില്, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. 100 കണക്കിന് കിലോമീറ്റർ അകലെ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാ. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് സാരിയ പർവ്വതത്തെ സൂക്ഷിക്കണേ, സാരിയ പർവ്വതത്തെ സൂക്ഷിക്കണേ. ആരോടാ വിളിച്ചു പറയുന്നത്? ഖുത്ബ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സാഹത്ത് ചോദിച്ചില്ല ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ ആരെയാ വിളിച്ചത്? എന്തിനാ ഖുത്ബക്കടയിൽ സാരിയയെ വിളിച്ചത്? സാരിയ 100 കണക്കിന് കിലോമീറ്റർ അകലെ യുദ്ധം ചെയ്യുകയല്ലേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല യുദ്ധം ചെയ്യുന്ന സ്ഥലം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധപ്പറമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പർവ്വതത്തിന്റെ മുകളിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് സാരിയോട് വിളിച്ചു പറഞ്ഞടാ, ആ ഭാഗത്തൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഉമർ വിളിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാരിയ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞില്ല. മുഅ്മിനീങ്ങളെ, 253 യാത്രക്കാരുമായി കോലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പറന്നിറങ്ങിയ വിമാനം എവിടെ? 40 രാട്ടങ്ങൾ, 40ഓളം വരുന്ന മുങ്ങിക്കപ്പലുകൾ. എവിടെയാണ് നോക്കേണ്ടത്? ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിയുമായിട്ട് ഇറങ്ങിയിട്ട് പോലും കാണാൻ കഴിയുന്നില്ല. അത് നിന്റെ സൂക്ഷ്മദർശിനിക്ക് കാണണമെന്നില്ല. ഉമറിനെ പോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതെവിടെയാണെന്ന് പറയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തുകയാ. KL 21G 9646 ആ വാഹനം ഒന്ന് ഉടമയെന്ന് പോയി മാറ്റി കൊടുക്കണം.
KL-21G 9646 ഈ വാഹനം ഒന്ന് ആരുടേതാണെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കും. റെഡ് ആൾട്ടോയാണ്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നാണ്. ഒരു സ്ത്രീയും 2 കുട്ടികളും കൂടെ പോയപ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ചിട്ടതാണ്. അള്ളാഹു ആരാണെങ്കിലും ആ അപകടത്തിൽ നിന്ന് അള്ളാഹു മോചനം കൊടുക്കട്ടെ. നാം ഈ പറയും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അള്ളാഹു അപകട നില അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു ഒരു അംഗഭംഗവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ ഈ സദസ്സിൻ്റെ ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആരുമാകട്ടെ അള്ളാഹു ഇത് മാറ്റിക്കൊടുക്കട്ടെ. അവരെ നമ്മൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ ആക്സിഡൻറ്റിൽപ്പെട്ട അമ്മയും 2 മക്കളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരറിയാത്ത ആളുകൾ ഇന്നിവിടെ ആമയും പറയില്ല. അത് ആരും ആയിക്കൊള്ളട്ടെ. എന്തെങ്കിലും ഒരു നന്മ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നോ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നോ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ. അത് ഉറപ്പാണ്. ഞാനതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, ആളുകൾ മുഴുവനും നിങ്ങൾ റോഡിൽ നിന്ന് അകത്തോട്ട് കയറിയിരിക്കുക, പറ്റുന്നിടത്തോളം സമയം അവിടെ ഇരുന്ന് കേക്ക്. ആക്സിഡൻ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. ആ വിഷയത്തിൻ്റെ ഫ്ലുവൻസ് അങ്ങ് പോയല്ലോ ഉടച്ചോനെ എൻ്റെ ഇടയിൽ. അതുകൊണ്ട് മലേഷ്യൻ വിമാനം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആർക്ക് കഴിയും? ഉമറിനെ പോലൊരു മനുഷ്യന് കഴിയും. കാരണം മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്നിട്ട് കിലോമീറ്റർ അകലെയുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു സൂക്ഷ്മദർശിനിയും വേണ്ട. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. എന്താ കാണാൻ പറ്റൂലേ? പറ്റോ ഇല്ലയോ? ഞാൻ നല്ല വാള് പറഞ്ഞുതരാം. ഇത് എപ്പോഴും വാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒരു അപ്ഡേറ്റ് പറയണ്ടേ? കാണാൻ പറ്റുമോ ഇല്ലയോ? അപ്പം ചോദിക്കും, ഉസ്താദെ ഇവിടെ എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? പോത്തങ്കോട്. മാറ്റിയാൽ കൊള്ളായിരുന്നു. പോത്തങ്കോട് അടുത്ത് ഈ സ്ഥലത്തിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പസഫിക് മഹാസമുദ്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിമാനത്തിൻ്റെ അവശിഷ്ടം ഒരു മനുഷ്യന് പറയാൻ പറ്റോ ഇല്ലയോ? പറ്റോ ഇല്ലയോ? ഇല്ലേ? അതുണ്ട്. അവനേതോ ജോസഫിൻ്റെ ആളാ. ജോസഫിൻ്റെ ആളാണ്. പറ്റും എന്ന് ഞാൻ പറയും. ഒരൊറ്റ നിബന്ധന, ഇവിടെ ഇരുന്നിട്ട് ലോകത്ത് ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിക്ക് പറ്റാത്തത് ഈ കണ്ണുകൊണ്ട് നിനക്ക് കഴിയും. പറയട്ടെ ഒരൊറ്റ നിബന്ധന. ചെയ്യാൻ പറ്റുമോ? നിനക്ക് പറയാം. ആ അണ്ണാച്ചി സ്വാമി വന്നിട്ട് കണ്ണടച്ചിട്ട് ഹിപ്നോട്ടിസം നടത്തിയിട്ട് മലേഷ്യൻ വിമാനം എവിടെയാന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അതിനൊക്കെ അപ്പുറം പറയാൻ കഴിയുന്നത് മുസ്ലിമേ നിനക്കാണ്. ഞാൻ പറയാം, ഞാനൊരു അവകാശവാദം പറയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗലാ അന്ന ശയാതീന യഹ്റൂമൂന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതി സമാ. എപ്പോഴാണോ ആദമിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് വെളിയിലാവുക, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ പിശാച് വെളിയിലേക്ക് പോവുക, ആ സമയത്ത് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ലനളറു ഇലാ മലകൂതി സമാ, ആകാശത്തിന് അപ്പുറത്ത് നടക്കുന്ന രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് പിശാച് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, ഇബ്ലീസ് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, അഭിസാരികൾ ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്തൊരു മുത്തക്കിയായ മനുഷ്യര് ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ ഏഴാകാശത്തിനപ്പുറം നടക്കുന്ന രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബാബിലോണിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ രഹസ്യം പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നിട്ട് 100 കണക്കിന് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 253 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇബ്ലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാം പോലും കിടക്കാൻ പാടില്ല. അവരാണ്
മഹാന്മാര്. അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. 1000 പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല. മഹാനാരെന്നറിയോ? ആ മനുഷ്യന് ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇതെന്തൊരു മനുഷ്യനാണ്! കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി, പിറ്റേ ദിവസം പെരുന്നാളാണ്. നമസ്കാരം കഴിഞ്ഞ് റമളാനിലെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി. നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ. 62 പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന്. അല്ലാഹു അന്നവനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 249 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇബ്ലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാം പോലും കിടക്കാൻ പാടില്ല. അവരാണ് മഹാന്മാര്. അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. 1000 പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല. മഹാനാരെന്നറിയോ? ആ മനുഷ്യന് ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇതെന്തൊരു മനുഷ്യനാണ്! കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി, പിറ്റേ ദിവസം പെരുന്നാളാണ്. നമസ്കാരം കഴിഞ്ഞ് റമളാനിലെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി. നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ. 62 പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന്. ആ മകൻ പറഞ്ഞു, ഉപ്പാ നാളെ ഈ മകനിടാൻ പെരുന്നാളിന് ഉടുപ്പില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യനാരെന്നറിയോ? ആ സമയത്ത് സൈപ്രസ് മുതൽ മൊറോക്കോ വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴിലാ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കീഴിലാ. മകൻ വന്നിട്ട് തലേ ദിവസം രാത്രി വരെ, ഉപ്പ നാളെ പെരുന്നാളാണ്, ഉടുക്കാൻ വസ്ത്രമില്ല. ഇങ്ങനെ ജീവിച്ച മനുഷ്യനെ ഇതൊക്കെ പറയാൻ പറ്റുമോ? അഹമ്മദ് കബീറിന് പറയാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ ജീവിച്ച മനുഷ്യന് പറയാൻ പറ്റും. നിങ്ങളെന്താ നിങ്ങളങ്ങ് നിഷേധിക്കുക എന്ന് പറയാൻ പറ്റൂല എന്ന്. ചില ആളുകൾക്ക് തലയ്ക്ക് വട്ടുകൂടിയപ്പോൾ അവരതിനെ നിഷേധിച്ചു. ചില ആളുകൾക്ക് തലയ്ക്ക് ഭ്രാന്ത് കൂടിയപ്പോൾ അവരതിനെ അങ്ങ് പാടെ നിഷേധിച്ചു കളഞ്ഞു. ഇവിടെ ഇരുന്നിട്ട് പറയും ആകാശത്തിന്റെ മുകളിലിരിക്കുന്ന കാര്യം മനുഷ്യൻ പറയും, മലക്കല്ല മനുഷ്യൻ പറയും. ഉറപ്പാ. അള്ളാഹു ബോധം തരട്ടെ. പക്ഷെ അവൻ ആരായിരിക്കണം? പിശാച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ മനുഷ്യൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരന് കത്തെഴുതുകയാണ്. എൻ്റെ മകൻ വരുന്നുണ്ട്, 4 ദീനാർ എൻ്റെ മകനൊന്ന് കടം കൊടുക്കണം. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചയച്ചു കൊള്ളാം. ആരാ എഴുതുന്നതാരാ? രാജാവ്, മുഖ്യമന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ് കത്തെഴുതുകയാ. എൻ്റെ മകന് 4 ദീനാർ കൊടുക്കണം. എൻ്റെ ഇപ്രാവശ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഞാനത് പൊതുമുതലിലേക്ക് തിരിച്ചടിച്ചു കൊള്ളാം. മകൻ പോയിട്ട് കത്ത് കൊടുത്തു. ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ വായിച്ചിട്ട് തിരിച്ച് കത്തെഴുതി
മതി ഉമറേ, ഉമറേ, ഉമറേ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ പറഞ്ഞതുപോലെ 4 ദീനാർ നിങ്ങളുടെ മകന് കടം കൊടുക്കാൻ സാധ്യമല്ല. എന്താ കാര്യമെന്നറിയോ? ഒരാൾ ജാമ്യമില്ലാതെ പൈസ കടം കൊടുക്കരുതെന്ന് നീ ഞങ്ങളോട് ഉത്തരവിട്ടിട്ടുണ്ട്. നീ പറഞ്ഞു വിട്ട ഈ കടത്തിന് ജാമ്യക്കാരനില്ല. രണ്ടാമത് നീ എഴുതിയരണ്ട 30 ദിവസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുക്കാമെന്നല്ലേ. 30 ദിവസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? ഉമറേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? ആ കത്ത് തിരിച്ചയച്ചു ഖജനാവിന്റെ കാവൽക്കാരൻ. സഹോദരങ്ങളെ, ഇതെവിടെയാ പറയുക? തനിക്ക് വിളമ്പിയ ചമ്മന്തിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കേരള ഹൗസിലെ പാചകക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ നാട് ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആ സമയത്ത് ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കുശിനിക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ കേരളം ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ കഥ പറയുക. ആ കത്ത് കിട്ടിയ ഉടനെ പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, 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 ഇതേപോലെ ഉമറിന് തെറ്റുപറ്റുമ്പോ തെറ്റു തിരുത്താൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥര് എനിക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ടെന്ന് പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നീട് നമ്മൾ ഉമറിനെ കുറിച്ച് ചരിത്രത്തിൽ കേട്ടത് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇവിടെയാണ്. ഉമറിന് രാത്രിയിൽ ഉറക്കമില്ല. ഖലീഫ ആയിരുന്നപ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ നടന്നു. എന്തിനാ നടന്നേ? ആ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തും ഗർഭിണിയുടെ പ്രസവം എടുത്തും ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് നടന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തിനാ ചെയ്തത്? നിങ്ങൾക്കൊരു ഉമറിന്റെ ജോലി എന്താ? റളിയല്ലാഹു വല്ലാത്ത ജോലിയാ ചെയ്തത്, വല്ലാത്ത ജോലി. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാ. പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരാൾ പാത്തും പതുങ്ങിയും മദീനയുടെ ഇടവഴിയിലൂടെ നടന്നു പോകും. ആളുടെ നടപ്പ് കണ്ടപ്പോഴേ അബൂ തൽഹയ്ക്ക് മനസ്സിലായി ഇയാൾ പോകുന്നത് അത്ര നല്ല കാര്യത്തിനല്ല. പാത്തും പതുങ്ങിയും ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇടങ്ങും വലങ്ങും ഒക്കെ നോക്കി ഇയാൾ ഇങ്ങനെ പോവുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ കൂടി ഇവനെ പിടിച്ചിട്ട് ഉമറാണ് നാട് ഭരിക്കുന്ന റളിയല്ലാഹു അൻഹു. നാളെ ഉമറിന്റെ വീട്ടിൽ ഉമറിന്റെ കോടതിയിൽ ഇവനെ ഹാജരാക്കണം, നല്ല ശിക്ഷ ഇവന് കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങോട്ട് നോക്ക്. അപ്പോ അങ്ങനെ പുറകെ നടക്കുക. ഉമർ നാട് ഭരിക്കുമ്പോഴും ഇമാതിരിയുള്ള ആളുകൾ അവന്റെ പോക്ക് കാണുമ്പോൾ അറിയാം. ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ്, അതിപ്പോൾ പറഞ്ഞ ആർക്ക് മനസ്സിലാവാൻ വേണ്ട, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇശായി ഹദ്ദാദും പറഞ്ഞ ആർക്കനെ ഹദ്ദാദ് അതെന്തൊരു സാധനം ഒക്കെ നമുക്കും വല്ലതും അറിയൂ. നമുക്ക് ഈ ജീവിതത്തിൽ ഒരു സാധനം ഇന്നവരെ നമുക്കറിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ചെറുപ്പക്കാർ എത്ര പേരുണ്ട്? ഒരാൾ പോലും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ പോയി നമ്മളൊക്കെ അധപ്പതനത്തിൻ്റെ അധമഭാവ തലങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തി. നമ്മൾ ചൊല്ലേണ്ടതൊന്നും ചൊല്ലൂല, പറയേണ്ടതൊന്നും പറയൂല. നമ്മളൊരുമാതിരി മിനുക്ക മുസൽമാനായി എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഈ ഇട്ടിരിക്കണ ബട്ടൺ അഴിക്കാതെ ഒളിവെടുക്കാൻ വല്ല മസല ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരാളുകൾ ഈ കൈ അഴിക്കാതെ കാലിൽ കിടക്കുന്ന ഷൂ അഴിക്കാതെ ഒളിവെടുക്കാൻ എന്തെങ്കിലും മസല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിടങ്ങുമായി. നമുക്ക് തഖ്വ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമത്തിലില്ല എന്ന് ചിന്തിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊക്കെ നല്ല ആളുകളാ. പൊന്നു മോനെ, നിസ്കാരത്തിൻ്റെ തഴമ്പിന് എന്താ കുറവല്ലോ ഉണ്ടോ? ഒരു കുറവുമില്ല. ആ വഅ്ലിന് കേൾക്കാൻ വരുന്നവരെല്ലാം മുത്തക്കീങ്ങളാ. ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി മലപ്പുറം ജില്ലയിലെ കൊപ്പത്ത് സംസാരിച്ചു. ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന വിഷയം. ലോകാവസാനത്തിന് ശേഷം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട 80,000-ത്തിലധികം ആളുകൾ ആ സദസ്സിൽ. അതിൽ 300 ക്യാൻസർ രോഗികളുണ്ട് ആ സദസ്സിൽ. ക്യാൻസർ ഖുർആനിലൂടെ മോചനം. കാസറ്റ് ഉടനെ തന്നെ വെളിയിലിറങ്ങും. അപ്പോൾ അത് കേട്ട ആളുകളുടെ ആവശ്യപ്രകാരം അത് ഒന്നുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി പഠിച്ച്
ഈ 3-ാം തീയതി മലപ്പുറം ജില്ലയിലെ അരീക്കോട പ്രസംഗം ഒന്നുകൂടി നടത്തുക, റിവൈൻഡ് ചെയ്യുക, എല്ലാവരും ആഗ്രഹപ്രകാരം. അപ്പോൾ ആ സദസ്സിൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ കരഞ്ഞ് വലിയൊരവസ്ഥയിലിരിക്കുക. ആ സമയത്ത് ദുആയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു സഹോദരി എൻ്റെ കയ്യിലൊരു പേപ്പർ എഴുതി തന്നു. ഇത് നടന്ന സംഭവമാണ്, മുബാലകത്തല്ല, നടന്ന മുമ്പ് എഴുതി തന്നു. അതിനകത്ത് ആവശ്യം എന്താണെന്നറിയാവോ? ഉസ്താദ് കാര്യമായിട്ട് ദുആ ചെയ്യണം. എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവിന് ഒരേ സമയത്ത് 4 സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. അതൊന്ന് മാറാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുക, ഈ സദസ്സിൽ തന്നെ ഉസ്താദ് മറക്കാതെ ദുആ ചെയ്യണം. കാരണം ആ 4 പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാത് വെക്കാൻ ഫ്രണ്ടി വന്നിരിപ്പുണ്ട്. എൻ്റെ ഭർത്താവും കിണിച്ചോണ്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതൊരു മുബാലകത്തിനല്ല, ആ കാസറ്റിൽ നിങ്ങൾക്ക് കാണാം. അവരെഴുതി തന്നതാ, ഈ 4 പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാത് വെക്കാൻ ഫ്രണ്ടി ഇരിപ്പുണ്ട്. ഈ പറയണ മുത്തക്കിയായ ഭർത്താവും. അപ്പോൾ വാളുണ്ട്, ഉണ്ട്. നിസ്കാരത്തിനുണ്ടോ? ഉണ്ട്. 27-ാം രാവിനുണ്ടോ? ഉണ്ട്. പക്ഷേ യഥാർത്ഥ ദീൻ എന്താ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇയാളുടെ പുറകെ നടന്നു. അവസാനം നടന്ന് ഇയാളൊരു കുടിലിൻ്റെ മുമ്പിലെത്തി. ആ കുടിലിലെ അരണ്ട വെളിച്ചത്തിൽ അബൂ തൽഹ ആ മനുഷ്യനെ കണ്ടു. മറ്റാരുമല്ല, സയ്യിദന ഉമർ. ഉറക്കമില്ല. ഇതെന്തിനാണെന്നാണ് ഞാൻ പറയേണ്ടത്. ഉമർ റളിയല്ലാഹു തആല, അബൂ തൽഹ ഞെട്ടിത്തെരിച്ചു പോയി. ഉമർ 4 പാട് നോക്കി, തന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വാതിൽ തുറന്നു, അകത്ത് കടന്നു. അബൂ തൽഹ ഞെട്ടിപ്പോയി. പടച്ചോനെ, ഈ ഉമർ രാത്രിയിൽ വന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറാൻ. തെറ്റിദ്ധാരണയെ നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണ് എന്ത് ചെയ്യും? അപ്പം മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിലെ ഫോൺ ബുക്കിൽ ഏതൊക്കെ നമ്പർ ഉണ്ടോ അവനെ ഒന്ന് വെളിയിൽ നിന്ന് കുറ്റിയിടും ആദ്യം. എന്നിട്ട് ആ ഫോൺ ബുക്കിൽ നിന്ന് എടുത്തിട്ട് അതിൽ കാണുന്നത്, ഡേ അപ്പി, ഓടി വാടേ, എന്തൊരു സംഭവം ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അവിടെ കൂട്ടി. എത്ര സദാചാര പോലീസുകളാണ്. ഒരാണും പെണ്ണും കൂടെ കാറിൽ പോയത് പിടിച്ചു. അവർ ചെയ്തത് മഹാതെറ്റ്, അത് വേറെ കാര്യം. ഒരുത്ത അടിക്കുക, ഒരുത്തെന്നറിയോ? അടിക്കുക. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ നീ പഠിപ്പിക്കാറിയിരിക്കേണ്ട. അവൻ അവിടുത്തെ 40 എണ്ണമായിട്ട് അതേ സമയത്ത് ഓൺലൈൻ ബിസിനസ് ഉണ്ട് അവന്. ഒരു കാര്യം വരുമ്പോൾ നമ്മളൊക്കെ ചാടി സടകുടഞ്ഞു നിൽക്കും. നമ്മളാരാന്ന് ചിന്തിക്കാൻ. എന്തൊരു മറ്റൊരുത്തനെ അടിക്കാൻ എന്തൊരു ആവേശം നമുക്ക്. അബൂ തൽഹ റളിയല്ലാഹു തആല ഒന്നും ചെയ്തില്ല. ഈത്തപ്പന മരത്തിന്റെ ഒരു കുറ്റിയെടുത്തതിന്റെ മുമ്പിൽ അടയാളം വെച്ച് അബൂ തൽഹ റളിയല്ലാഹു തആല തിരിച്ചു വന്നു. കിടന്നു, ഉറക്കം വരുന്നില്ല. ഉമർ ഇന്നലെ കണ്ട ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അറിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു തെമ്മാടി വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. ഫതബയ്യനു, അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കണം. ഒരു പച്ച തെമ്മാടി വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിടാൻ പാടില്ല. ഖുർആൻ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഫതബയ്യനു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്തിന്? അൻ തുസീബു ഖൗമൻ ബിജഹാല, വിവരമില്ലാത്തവന്മാർ പറയുന്നതിൽ വിവരമുള്ള നീയും പോയി പെടാൻ പാടില്ല. ഏതോ ഒരു പച്ച തെമ്മാടി വന്നിട്ട് പറഞ്ഞു അഹമ്മദ് കബീർ വാക്കവി 2ാമത് പെണ്ണ് കെട്ടിയെന്ന്. അതങ്ങോട്ട് തൊള്ള തൊടാതെ വിടങ്ങാൻ പാടില്ല. ഒരു സമയത്ത് എന്തൊരു കോളുകളൊക്കെ വരുന്നു. പടച്ച തമ്പുരാനെ, വാക്കവി 2ാം, എനിക്കുള്ള ഒന്നിനെ നോക്കാൻ തന്നെ സമയമില്ല. ഇന്ന് രാവിലെ 5 മണിക്കാണ് വാത് കഴിഞ്ഞ് വന്നത്. ഇന്നിപ്പോൾ വാത് പോയി കിടന്നു. നാളെ രാവിലെ വീണ്ടും തിരിച്ച്. ഉള്ള ഒന്നിനെ കൊണ്ട് നടക്കാൻ പാടില്ല, 2എണ്ണം കെട്ടി. ശരി, ആയിക്കോട്ടെ. അപ്പോ കെട്ടിയവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ തലസ്ഥാന നഗരിയിൽ എവിടെ ഏതൊരു വലിയ മിശിഹ പെണ്ണ് കെട്ടി 2ാമത്. ആ സമയത്ത് ഒരു കാര്യം ആവർത്തിച്ചാൻ പറയും. ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ആദരിച്ചില്ലെങ്കിൽ അള്ളാഹു മറ്റൊരുത്തൻ്റെ മുമ്പിൽ അവനെ അള്ളാഹു ഫളീഹത്താക്കി കളയും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ, ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് 3 ഖുത്ബയുടെ പ്രസംഗം നടത്തിയ മിശിഹാമാരെ നമുക്കറിയാം. അവരെ ഫളീഹത്തായി പോയി ലോകത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെക്കാൾ അറിവുള്ളവർ, ഇമാമിയങ്ങൾ, ഉസ്താദന്മാർ ആദരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്.
അതുകൊണ്ട് ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിഴുങ്ങാൻ മറ്റൊരാളോട് പറയുക പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഇമാമത്ത് നിർവഹിക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇതാ ഇന്നലെ പാതിരാത്രിയിൽ ഒരു കുടിലിന്റെ അകത്ത് വെച്ച് കണ്ട ഉമർ ഇതാ സുബഹിക്ക് പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിൽ ഇമാമത്ത് നിർവഹിക്കുകയാ. നമസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയിട്ട് വല്ല വിധേനയും സലാം വീട്ടി മനസ്സിനെ സമാധാനം വരാട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നേരം പരപരാവെടുത്തു ഓടുകയാണ് ആ പഴയ കുടിലിന്റെ മുമ്പിലേക്ക്. അവിടെ ഈത്തപ്പനമരത്തിന്റെ കുച്ചി അടയാളം വെച്ചിട്ടുണ്ട്. ആ കുടിലിന്റെ മുമ്പിലെത്തിയപ്പോ പോയിട്ട് വാതിലിൽ തട്ടി. ഉടനെ അകത്ത് നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണ് വാതിൽ തട്ടുന്നത്? അകത്തേക്ക് കടന്നു വരിക. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഇന്നലെ രാത്രിയിൽ ഒരു പെണ്ണ് താമസിക്കുന്ന കുടിലാണോ ആരും കാണാതെ ഉമർ വന്നിട്ട് തിരിച്ചു പോയത്? ആ പെണ്ണിന്റെ മുഖമറിയാൻ കരിങ്കല്ലിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമയായ ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ആ പെണ്ണാരെന്നറിയാൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കുടിലിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ ആ സമയത്ത് കാണുന്ന കാഴ്ചയേടെന്നറിയോ? പനനാര് കൊണ്ടുവരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സിട്ടാവുണ്ട്. ആ പടംതുണിക്കട്ടില് പനനാര് കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയൊരു പടംതുണി പോലെ ആ ചെറിയ ഈത്തപ്പനമരത്തിന്റെ കുടിലില് കണ്ണ് കാണാൻ കഴിയാത്തൊരു വൃദ്ധ കിടക്കുകയാ. അവരുടെ കണ്ണിന് കാഴ്ചയില്ല. പടം തുണി കെട്ടുപോലെ എല്ലും തോലും തിരിഞ്ഞ ദാരിദ്ര്യത്തിന്റെ ഉടമയായ ഒരു വൃദ്ധ കിടക്കുന്നത് കാണുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോയി ചോദിച്ചു, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? ഈ മരുഭൂമിയുടെ മറുഭാഗത്ത് എഴുന്നേക്കാൻ കഴിയാതെ പടം തുണി കെട്ടുപോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിങ്ങളെ സംരക്ഷിക്കാനും ഭക്ഷണം തരാനും ആരാ ഉള്ളത്? ചെറുപ്പക്കാരെ, സിറാജുൽ ഹുദ യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, ഇവിടെ കരുതി കൂടി നിൽക്കുന്നവരോട് ഉമർ രാത്രി ഇതൊക്കെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ അറിയണം. സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട വൃദ്ധ പറഞ്ഞത് എന്തെന്നറിയോ? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും. രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും. കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. ഞാൻ രോഗം ബാധിച്ചിട്ട് ഇവിടെ കിടക്കുന്ന അന്നത്തെ രാത്രി മുതൽ ഇന്നലെ രാത്രി വരെ മുടങ്ങാട് പതിരാ സമയമാകുമ്പോൾ ഒരാളെന്റെ കുടിലേക്ക് വരും. വന്ന ഉടനെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു മൺചട്ടിയുണ്ട്. ആ ചട്ടിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി തന്റെ കൈകൾ കൊണ്ട് ആ മലവും മൂത്രവുമല്ല കഴുകി വൃത്തിയാക്കും. എന്നിട്ടോ മടിശീല തുറന്നിട്ട് അതിൽ നിന്ന് കാരക്കയെടുത്ത് ആ കാരക്ക വിരലുകൊണ്ട് മെല്ലെ ഞെരടി മൃദുവാക്കി എന്റെ വായിലേക്ക് വെച്ച് തരും. ആരാ കൊടുക്കുന്നതാരാ? പതിര സമയത്ത് മരുഭൂമിയുടെ മറുഭാഗത്ത് കിടക്കുന്ന വൃദ്ധയുടെ മലമൂത്ര വിസർജനം തന്റെ കൈകൾ കൊണ്ട് മടത്തി വിധിയാക്കി. ഏത് കൈകൾ കൊണ്ടാണ്? ആ കൈ കൊണ്ടാണ് അരയിൽ കിടക്കുന്ന വാളിനെ മൂർച്ചേറിയാണ് ആദ്യം കണ്ടവന്റെ കൈത്തണ്ട വെട്ടി മുറിച്ചത്. ആ കൈ കൊണ്ട് ഈ വൃദ്ധയുടെ മലമൂത്ര വിസർജനം തുടച്ചു മാറ്റി ആ കാരൊക്കെ എടുത്ത് വായിലേക്ക് വെച്ച് തരും. എന്നിട്ടോ ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്നിട്ടോ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. സന്തോഷമുള്ള കരാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ.
എന്റെ അടുത്ത് വന്നെന്റെ കട്ടിലിന്റെ ചാരത്ത് വന്നിട്ട് ആ മനുഷ്യൻ ചില ചെറിയ തമാശ പറഞ്ഞിട്ട് എന്നെ പൊട്ടിച്ചിരിപ്പിക്കും. സഹോദരാ സഹോദരാ, പരിവർത്തനത്തിന്റെ മാതൃക. പാതിരാ സമയത്ത് ഈ വൃദ്ധയെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്നത് ആരെന്നറിയോ? ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് നിന്നിട്ട് ഒരാൾ ദഫ് മുട്ടി പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പാട്ട് ആസ്വദിക്കുകയാണ്. അനുവദനീയമാണല്ലോ ദഫ്. ആ ദഫ് സംഗീതമില്ലാത്ത ദഫ്, താളങ്ങളില്ലാത്ത ദഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ പാട്ട് നിർത്ത്, ദഫ് എടുത്ത് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാടല്ലേ ഇനി പാടല്ലേ ഇനി പാടല്ലേ. പാട്ടുകാരാ ദഫ് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാട്ട് നിർത്ത് പാട്ടുകാരാ. അയാള് പേടിച്ചു പറച്ച് ദഫ് എടുത്തോട്ട് ഒളിപ്പിച്ചു വെച്ചു. അയാള് പാട്ട് പാതിവടിയിൽ നിർത്തി. ആ വന്ന മനുഷ്യൻ കുറെ നേരം വർത്തമാനം പറഞ്ഞ് ഹബീബായ നബിയുടെ ചാരത്ത് നിന്ന് ഇറങ്ങി പോകവേ ആ പാട്ടുകാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരാള് കിടന്നു വന്നപ്പോ പേടിച്ചു വിറച്ചതുപോലെ അങ്ങ് പാട്ട് നിർത്താൻ പറഞ്ഞത് എന്തിനാ? അയാള് പോയപ്പോ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ ഇനി പാടിക്കോ, ഇനി ദഫടിച്ചു പാടിക്കോ, ഞാനന്ന് കേക്കട്ടെ പാട്ടുകാരാ. അതെന്താണ് നബി അങ്ങനെ പറഞ്ഞത്? അയാളെ കണ്ടപ്പോ നിർത്തി. അയാൾ പോയപ്പോ പാടാൻ പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏ പ്രിയപ്പെട്ട പാട്ടുകാരാ, ആ വന്നതാരെന്നറിയോ? വഹാദാ ഉമറു, വഹാദാ ഉമറു, ആ വന്നത് ഉമറാണ്, അത് വന്നത് ഉമറാണ്. വഹുവലാ യുഹിബ്ബുൽ ബാതില, വഹുവലാ യുഹിബ്ബുൽ ബാതില. ഇങ്ങനെയുള്ള പാട്ടൊന്നും ഉമർ കേൾക്കാറില്ല. അതൊന്നും ഉമറിന് ഇഷ്ടമല്ല റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തമാശക്ക് പോലും അനുവദനീയമായ ദഫിന്റെ പാട്ട് കേൾക്കാത്ത ആ മനുഷ്യനാണ് പാതിരാ സമയത്തൊരു വൃദ്ധയുടെ അടുക്കൽ ചെന്നിട്ട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. എന്തിനെന്നറിയോ? ഇതെന്റെ ആഖിറമാണ്, ഇതെന്റെ പരലോകമാണ്, ഇതെന്റെ ഖബറിന് വേണ്ടിയുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സിറാജുൽ ഹുദയുടെ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു മാസം വെമ്പായത്ത് വന്ന് ഞാൻ വേള് പറഞ്ഞു, അവിടെ എത്ര പെൺകുട്ടികളെയാണ് ആ നാട്ടിലെ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചു വിട്ടത്. ഇതെന്തിനാന്നറിയോ? അത് ഫ്ലെക്സിൽ ഫോട്ടോ വെക്കാനല്ല, അത് പടച്ചറപ്പിന്നെ ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശക്ക് പോലും ഒരു ദഫിന്റെ പാട്ട് കേൾക്കാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ കളിതമാശ കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങളോട് എങ്ങനെ പറയാനാണ്? സമയത്തിൽ ഒതുങ്ങില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രഭാഷകൻ ഒതുങ്ങാത്ത വിസ്മയമേ ഉമർ, പൂരണമില്ലാത്ത സമസ്യേ ഉമർ, പറഞ്ഞാല് പറഞ്ഞാല് തീരാത്ത വർത്തമാനത്തിന്റെ കഥാപാത്രമേ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തോപ്യയിൽ നിന്ന് അഭ്യസ്ത സംഘം വന്ന് കളരിപ്പയറ്റിന് ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് കാണണം നബിയെ. കൊണ്ടുപോയി കാണാൻ വാതിൽപ്പടിയിലേക്ക് തന്റെ റിസാലത്തിന്റെ കൈയെടുത്തു വെച്ചിട്ട് ആയിഷ ബീവി താടയെടുത്തിട്ട് നബി തങ്ങളുടെ കൈ തണ്ടയിൽ വെച്ചു. എന്നിട്ട് കളരിപ്പയറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാ. കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പോകാം ആയിഷ. കണ്ടു തീർന്നില്ല നബിയെ. വീണ്ടും നബി തങ്ങളെ കൈത്തണ്ട വെച്ചു കൊടുത്തു. കളരിപ്പയറ്റ് സഹാബത്തും കൂട്ടം കൂടി നിന്ന് കാണുന്നുണ്ട്. ആയിഷ, ഇനി പോകാം ആയിഷ. ഇല്ല നബിയെ, കണ്ടു തീർന്ന് കൊതി തീർന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂലിന് പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ആയിഷ ബീവിയുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയാ. പല പ്രാവശ്യം വിളിച്ചിട്ടും ആയിഷ ബീവി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒരൽപ്പം കൂടി എന്ന് പറഞ്ഞു നിൽക്കുകയാ. പെട്ടെന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടാൻ തുടങ്ങി. കളരിപ്പയറ്റ് കണ്ടുകൊണ്ട് നിന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടുകയാ. ഉത്സവപ്പറമ്പിൽ ആന വരളുമ്പോ ആളുകൾ ഓടുന്നത് പോലെ ഏടോ പേടിച്ച് വിറച്ചിട്ട് സഹാബത്ത് ചിതറിയോടുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, നമുക്കും പോകാൻ നബിയെ, എന്തോ അത്യാപത്ത് സംഭവിച്ചു നബിയെ. അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞു, ആയിഷ, സഹാബത്ത് വരണ്ടോടിയത് എന്തിനെന്നറിയോ? അറിയില്ല നബിയെ. അവര് കളരിപ്പയറ്റ് കണ്ടുകൊണ്ട് നിന്നപ്പോ അവിടെ ഉമർ കടന്നു വന്നു റളിയല്ലാഹു അൻഹു. ഉമറിനിതൊന്നും ഇഷ്ടമല്ല, ഉമറിനിതൊന്നും ഇഷ്ടമല്ല, ഉമറിനിതൊന്നും ഇഷ്ടമല്ല. ഉമറിനെ പേടിച്ചിട്ട് സഹാബത്ത് വരണ്ടോടിയതാണെന്ന് കണ്ടാലും മുസ്ലിമായിട്ട് പോലും ഒന്ന് കണ്ടാല് പേടിച്ചു വിറച്ചോടിയ ഒരു തമാശക്ക് പോലും നബി തങ്ങളെ കണ്ട കളരിപ്പയച്ച് പോലും കാണാതിരുന്ന ആ മനുഷ്യനാണ്
പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഈ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത് കാരണം എന്താ? ഇവിടെയാണ് ഹസ്രത്ത് ഉമർ മാനസാന്തരത്തിന്റെ മാതൃക. കാരണം എന്തെന്നറിയോ? പാതിരാത്രിയിൽ തന്നെ നാട്ടിലേക്ക് അഭയാർത്ഥികൾ വരുമ്പോ അവരുടെ കൂടാരത്തിന് പോയി കാവല് നിൽക്കും. അവരോട് പറയും, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇതിന് കാവല് നിന്നോളാം. ആ സമയത്ത് ആളുകൾ സുബഹിന്റെ സമയമായി ബാങ്ക് വിളിച്ചു, വാതിൽ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്ക്, നിസ്കാരത്തിന് സമയമായി. അഭയാർത്ഥികൾ പള്ളിയിൽ വരുമ്പോ അവിടെ ഇമാമത്തിന് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉറക്കമളച്ചിട്ട് തങ്ങളുടെ പ്രസവത്തിന് കാവല് നിന്ന മനുഷ്യന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രിയിൽ ഉറക്കമില്ലാതെ കൂട്ടുകാര് പറഞ്ഞു, ഉമറേ, എല്ലാ രാത്രിയിലും നീ ഉറക്കമളഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ദിവസം നിൽക്കാം, ഇന്നൊരു ദിവസം നീ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറഞ്ഞപ്പോ ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എങ്ങനെയാ ഇനി രാത്രിയിൽ കിടന്നുറങ്ങുന്നത്? ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തും പാവങ്ങളെ സഹായിച്ചും മറ്റൊരാളുടെ പ്രസവത്തിന് കാവലിൽ നിന്നും എന്റെ രാത്രിയിൽ ഉറങ്ങാതെ നിൽക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഉമറിനൊരു പൂർവ്വകാലമുണ്ട്. അന്ന് പല രാത്രികളിലും ഞാൻ കള്ളു കുടിച്ചവനാ, പല രാത്രിയിലും ഞാൻ വ്യഭിചരിച്ചവനാ, പല രാത്രിയിലും എന്റെ പടച്ചെറുപ്പിൽ ഇഷ്ടപ്പെടാത്തത് ചെയ്തവനാ. അതിന് പ്രായശ്ചിത്തമായി കഴിഞ്ഞുപോയ എന്റെ രാത്രികളുടെ തിന്മകളുടെ രാത്രികൾക്ക് പകരം ഞാൻ ഇന്ന് നന്മകളുടെ രാത്രി സംഘടിപ്പിക്കുകയാണ്. നാളെ പടച്ചെറുപ്പിന്റെ മുമ്പിൽ ഞാനത്ര കള്ളു കുടിച്ചവനാ, ഞാനത്ര മദ്യപിച്ചവനാ, എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നോന്നറിയില്ല. എന്റെ കഴിഞ്ഞുപോയ തിന്മകളുടെ രാത്രികൾക്ക് പ്രായശ്ചിത്തമായിട്ടോ ഈ പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ. ഉക്കാല ചന്തയിൽ പേഴ്സിയിൽ നിന്നും മല്ലന്മാര് വരുമ്പോ മരത്തിൽ കിടത്തിയിട്ടവന്റെ നെഞ്ചിലേക്ക് കാലെടുത്ത് ചവിട്ടിയിട്ട്, ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോൽപ്പിക്കാനെന്ന് നെഞ്ചത്തടിച്ചിട്ട് ചോദിച്ച വീരശൂര പരാക്രമിയായ ഈ മനുഷ്യൻ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചവർ വലത്തെ തോളിലൊരു അടയാളം കണ്ടു. എന്താ അടയാളം എന്നറിയോ? പാതിരാ സമയത്ത് പാവങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തോളിൽ ചുമന്നു കൊണ്ടുപോയിട്ട് ആ തോളിലൊരു അടയാളം വീടിരുന്നു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ധാന്യവും ഗോതമ്പും ചുമന്നു കൊണ്ടുപോയതിന്റെ അടയാളം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കിടന്നുറങ്ങ്. നമ്മൾ വലിയ വാദവും ചരിത്രവും പറയാറുണ്ട്. രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഉറക്കമില്ലാതെ നടന്ന മനുഷ്യനാ ഉമർ. എന്തിനാ ഉറങ്ങാത്തെന്നറിയോ? ഞാൻ ഇതിനു മുമ്പ് തീരുമാനിക്കും ഇവിടെ വെച്ച്, ഞാൻ ഇതിനു മുമ്പ് ധാരാളം രാത്രികൾ ഉറക്കമളച്ച് ഞാൻ കള്ളു കുടിക്കാനിരുന്നിട്ടുണ്ട്, ചീട്ട് കളിക്കാനിരുന്നിട്ടുണ്ട്, വ്യഭിചരിക്കാനിരുന്നിട്ടുണ്ട്. എൻ്റെ റബ്ബിൻ്റെ മനസ്സിൽ ഹിദായത്തിൻ്റെ വെളിച്ചം നിന്നു. ഇനി ആ രാത്രികൾക്ക് പ്രായശ്ചിത്തമായി എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മകളുടെ രാത്രികൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് അവസാനം 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപം ചെയ്യാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചു പറയണ്ട, ഉള്ളത് ഈത്തപ്പേര് കളയണ്ട. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞിട്ട്, ഉമർ റളിയല്ലാഹു തആല അതിനു പകരം നന്മയുടെ രാത്രി ഉണ്ടാക്കി. നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുണ്ടാവില്ല. പാപം പൊറുക്കപ്പെടാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്ക് നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്ക്. ഇതെന്ത് തൊടുപുഴയോ? കൈയൊന്നും ഇല്ലേ? താത്തിയിട്. അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ ആ മഹാസംഭവമൊക്കെ കഴിഞ്ഞു.
ഇപ്പൊ ആളുകൾ മറ്റേ തൊടുപുഴക്കാരനെ കുറിച്ച് പറയണ കേട്ടാൽ സഹതാപ തരംഗുണ്ടാക്കി അയാൾ ചെയ്തതൊക്കെ മറന്നു എല്ലാവരും. അതങ്ങോട്ട് പോയി. ആ സഹതാപ തരംഗത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, അയാൾക്ക് ജോലി കൊടുത്തില്ല. ഇതൊക്കെ ചെയ്താരാ? പാളയം പള്ളിക്കാരാ. അയാളുടെ സഭയല്ലേ കൊടുക്കരുത്. അവസാനം അദ്ദേഹം ചെയ്ത മഹാപാതകം അതിൻ്റെ ഉള്ളിൽ അയച്ചുപോയി. അവസാനം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി ആ ഏറ്റവും വലിയ തെറ്റിനെ ന്യായീകരിച്ചു പത്രമുത്തശ്ശിമാരും മറ്റാളുകളും. കോളങ്ങൾ എഴുതി. രക്തസാക്ഷി, രക്തസാക്ഷി, ജീവിതത്തിന്റെ രക്തസാക്ഷി. അയാൾ ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു വിശ്വാസത്തിന്റെ, ഒരു ആദർശത്തിന്റെ മനസ്സിൽ ചെതലരിച്ചത് എല്ലാവരും മറന്നുപോയി. ആ വേദന ആരും മറന്നുപോയി. അള്ളാഹു നമുക്കൊക്കെ അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്ക്, അള്ളാഹു അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നേരറിയാൻ 1 കോടി, നേരത്തറിയാൻ 2 കോടി, ഇനി ബാക്കി അറിയാൻ എത്ര കോടിയാ? എൻ്റെ പൊന്നുമോനെ, അള്ളാഹു സത്യം കാണാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഒരു വഴി പറഞ്ഞു തരട്ടെ, ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഉറപ്പ്? ഉറപ്പ്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയേ അതിനബ്തു ദമ്മൻ കസീറാ, ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയേ, ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വടി എനിക്ക് പറഞ്ഞതാ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? പാതിരാത്രി മുഴുവനെ കരയാനല്ല, ഒരനാഥയെ നീ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ ആ യതീമിന്റെ തലയിൽ വാത്സല്യത്തോടെ നീ ഒന്ന് തടകി കൊടുക്കുക. നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു അനാഥയെ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ തലയിൽ ഒന്നൊരു പിതാവിന്റെ വാത്സല്യത്തോടെ തടക്, അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേറെ സഹാബി പറഞ്ഞു, നബിയെ ഞാൻ ധാരാളം പാപം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ധാരാളമായി സദഖ ചെയ്യ്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു 18ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. ഏതാണ്ട് 36 വയസ്സ് വരെ ജീവിച്ചിരുന്നു ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവസാനം ഇസ്ലാമിക ചരിത്രത്തിന്റെ പണ്ഡിത കുലപതിയായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. 36ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ് സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് ഇങ്ങോട്ട് നോക്ക്, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. 36ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു? ഇങ്ങോട്ട് നോക്ക്, മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു? 6. ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? 36 കഴിഞ്ഞു. നിങ്ങൾ 10, 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞാലും കൂട്ടത്തിലുണ്ടോ? കൈവക്കാൻ വന്നാൽ പൊക്കൂല. 60 കഴിഞ്ഞാലും ഉണ്ടാ? കൈവക്കി ഉപ്പന്ന് പൊക്ക്. ഇനി നിങ്ങൾക്ക് 60 ആയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ സന്തൂർ തേച്ച് കുളിക്കണം എന്ന് പറയേണ്ടി വരും. 60, 70 കഴിഞ്ഞാ? എത്ര? 88 സൂര്യോദയം കണ്ട മനുഷ്യനാണത്. എത്ര സൂര്യോദയം? 88 വർഷത്തെ സൂര്യോദയം കണ്ട മനുഷ്യനാണത്. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ എത്ര നാളായി? സഹോദരിമാരെ എത്ര നാളായി? 80, 50, 60, 36 കഴിഞ്ഞു. സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ 30ാമത്തെ വയസ്സിലെ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. മുസ്ലിമായി ജീവിച്ചത് എത്ര വർഷം?
മുസ്ലിമായി ജീവിച്ചത് 6 വർഷമാ. മുസ്ലിമായി 6 വർഷം മരിച്ച 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 വർഷം മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ മരിച്ചപ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ആ മനുഷ്യൻ മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. 6 വർഷത്തെ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്നെ അർശിനെ കുലുക്കാൻ കഴിഞ്ഞവർ. നീ ആരായിട്ടെന്ത്? ഞാൻ നാളെ മരിച്ചോന്നറിയില്ല. സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ ഇതേ സമയത്ത് പ്രസംഗിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ ഇതേപോലെ ചെറുപ്പക്കാരുടെ സംഘടന നടത്തിയ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഈ പ്രസംഗത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? പോസ്റ്റർ ഒട്ടിച്ചിട്ട് തിരിച്ചു വന്നതാണ്. സാധാരണ നമ്മൾ തുമ്മുന്നത് പോലെ ഒന്ന് തുമ്മിയപ്പോ രക്തം വെളിയിൽ വന്നു. ആ കുട്ടി അവിടെ വീണു മരിച്ചു. തുമ്മിയതാണ്. ആ കുട്ടി അവിടെ വീണു മരിച്ചു. ഞാൻ നാളെ മരിച്ചാൽ ഏത് അർശാണ് കരയുന്നത്? 6 വർഷത്തെ ഇസ്ലാം കൊണ്ട് മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ റൂഹ് വിട പറഞ്ഞപ്പോ ആകാശത്തിൽ പടച്ചിറപ്പിന്റെ അർശ് കുലുങ്ങിയില്ലേ? ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നില്ലേ മയ്യത്ത് നിസ്കരിക്കാൻ? 6 വർഷം മുസ്ലിമായി ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ 10,000-കണക്കിന് മലക്കുകൾ വന്നപ്പോ കാല് ചവിട്ടാൻ സ്ഥലമില്ലാതെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് പൊന്തിച്ചു പിടിച്ച് നടന്നു പോയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എത്ര നാള് ജീവിച്ചെന്നല്ല, എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞെന്ന. ഏത് സമയത്ത് മരിച്ചാലും, ഏത് സമയത്ത് വിട പറഞ്ഞാലും, ആ സമയത്ത് സ്വന്തം വീടിന്റെ ഉമ്മറപ്പടിയുടെ മുകളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടക്കുമ്പോ മരണമാണ് നന്നാവേണ്ടത്. അബൂലുലുആ എന്ന മതഭ്രാന്തന്റെ കുത്തേറ്റ് കുടൽമാല വെളിയിലേക്ക് ചാടി മകനായ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ബോധം വീഴുന്നുണ്ട്, ഇടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വീണപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിന്റെ വാപ്പയുടെ ശിരസെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുമോനെ. എന്തിനാ വാപ്പാ? നിന്റെ വാപ്പ നിസ്സാരക്കാരനായിട്ട് മരിച്ചു പോകട്ടെ. നിന്റെ വാപ്പ ഒരു കാലത്തെ തെമ്മാടിയാണ്. നിന്റെ വാപ്പ ഒരു കാലത്ത് കള്ളു കുടിച്ച് നടന്നവനാണ്. അവൻ മരിക്കും, അവന്റെ തല ഒരു മനുഷ്യന്റെ മടിയിലല്ല, ഉമറിന്റെ ശിരസ് പച്ചമണ്ണിലിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ ശിരസ് എടുത്തിട്ട് മണ്ണിൽ വെക്കാൻ പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് മകനോട് പറഞ്ഞു, കുടൽമാല വെളിയിലേക്ക് കിടക്കുകയാണ്. ആ കുടൽമാല ഇടത്തെ കൈ കൊണ്ട് തന്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മകനോട് പറഞ്ഞു, മകനെ അബ്ദുല്ലാ, ഞാൻ മരിച്ചാലും മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കാൻ പാടില്ല. നിസ്സാരക്കാരനായിട്ടേ ഉമറിനെ ഖബറടക്കാവൂ. ഇത് കേട്ട സഹാബത്ത് പൊട്ടിക്കരഞ്ഞു. ആരാണ് ഈ മനുഷ്യൻ? ഒരു കാലത്തെ മദ്യപാനിയുടെ അവസാനത്തെ മരണമാണ് പറയുക. കുടൽമാല മുഴുവനും വെളിയിലോട്ട് വീണ് കിടക്കുന്ന കുടൽമാല എടുത്തേ കൈകൊണ്ട് വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് താഴെ കിടക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഒരു ഓല കയ്യിലെടുത്തു. എന്നിട്ട് കരയാൻ തുടങ്ങി. യാ ലൈതനീ കുന്തു മിഥില ഹാദാ, യാ ലൈതനീ കുന്തു മിഥില ഹാദാ. അല്ലാഹുവേ, ഞാൻ ഇതേപോലെ ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ്, മഹ്ശറയിൽ നിൽക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് നിന്നോട് കണക്ക് പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലാ. മരിക്കുന്ന നേരത്തെ റബ്ബേ, കുട്ടൽമാല താഴെ വീഴുമ്പോഴും വേദന അറിഞ്ഞില്ല. ഈത്തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ വെച്ചിട്ട് യാ ലൈതനീ കുന്തു മിഥില ഹാദാ, ഞാനൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായി നീ എന്നെ ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിതാ മരിക്കാൻ പോകുന്നു, ആഖിറത്തിൽ നിന്റെ മുമ്പിലേക്ക് വരിക. ഉമറിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല റബ്ബേ. അല്ലാഹുവേ, പാതിരാത്രി വൃദ്ധയുടെ കാട്ടം പോലും ആഖിറത്തെ ഓർത്തിട്ട് കൊടുത്ത മനുഷ്യന്റെ അവസാനത്തെ സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, എനിക്കറിയില്ല തമ്പുരാനെ നാളെ ആഖിറത്തിന്റെ അവസ്ഥ എന്താന്ന്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ രാത്രിയും പകലും ആഭാസം ചെയ്ത് മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ,
എന്തടി പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പോണത്? ആഭാസത്തിന് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. മൈനസിന് പ്രചാരം കൂടുക, മൈനസിന് പ്രചാരം കൂടുക. എന്തടി പെണ്ണെ കാണിച്ചു കൊടുക്കാൻ പോവുക? പാതിരാവിന്റെ സമയത്തിൽ അരക്കി പോട്ട് തുണിയില്ലാത്ത ആഭാസംസ്കാരത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ മാഹിയിലെ പെണ്ണിനെ കണ്ടിക്കാ, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടിക്കാ. കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ എന്റെ പെണ്ണെ കാണാത്തതേടാണ് നീ കാണിച്ചു കൊടുക്കുക. അത് നിന്റെ ശരീരത്തിന്റെ തൊലിയുടെ വെളുപ്പാണെങ്കിൽ ആ തൊലി വെളുപ്പ് ഏതുവരെയാ പെണ്ണെ? 6 അടി മണ്ണിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയാല് 4 ദിവസം കഴിഞ്ഞാല് പുഴുക്കൾ തിന്നുന്ന ഈ പച്ചമാംസമാണോ നീ കാണിച്ചു കൊടുക്കാൻ പോവുക? ഇല്ല 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 ഇല്ല. അതുകൊണ്ട് മരണമാണ് നന്നാവേണ്ടത്. ലോകം കണ്ട് ഏറ്റവും വലിയ തമ്മാടി, ലോകത്തിലെ സ്വർഗം കണ്ട് മരിച്ച കഥയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്കും അതേപോലെയുള്ള വിടവാങ്ങനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ദിവസം നമ്മളും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മരിച്ചു എന്ന് കേട്ടാൽ അഹമ്മദ് കബീർ ഇന്ന് വീട്ടിൽ പോയി മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളും വരില്ലേ? വരില്ലേ? അഹമ്മദ് കബീർ വീട്ടിൽ പോയി നാളെ രാവിലെ കേൾക്കുന്ന വാർത്ത മരിച്ചു എന്നാണ്, കാണാൻ നിങ്ങൾ വരില്ലേ? ആളുകളോട് ആരോ പറഞ്ഞ് കളക്ടറിന്റെ അമ്മ മരിച്ചു. ആളുകളോടാണെങ്കിൽ കളക്ടറിന്റെ അമ്മയുടെ മൃതദേഹം കാണാൻ ആളുകൾ ഓടിപ്പോകവെയാണ്. വടിയിൽ വെച്ച് ആരോ പറഞ്ഞത് കളക്ടറിന്റെ അമ്മയല്ല മരിച്ചത്, സാക്ഷാൽ കളക്ടറാണ് മരിച്ചത്. പോയവരെല്ലാം തിരിച്ചു പോകാണ്ടിടങ്ങി. കളക്ടർ മരിച്ചു പോയെങ്കിൽ പിന്നെ ആരെ കാണിക്കാനാണ് പോകുന്നത്? കളക്ടറിന്റെ അമ്മ മരിച്ചപ്പോ കാണാൻ പോയില്ലെങ്കിൽ കളക്ടർ വിചാരിക്കില്ല ഇവനൊന്നും വന്നില്ലല്ലോ എന്ന്. പിന്നെ നാളെ അവന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യം കിട്ടില്ല. ഇനി കളക്ടർ തന്നെ മരിച്ചാൽ പിന്നെ ആരെ കാണിക്കാനാണ് മയ്യത്ത് കാണാൻ പോകുന്നത്? ഇങ്ങോട്ട് നോക്ക് മനുഷ്യരെ, ഇങ്ങോട്ട് നോക്ക്. മരിച്ചു എന്ന് വാർത്ത അറിയുമ്പോ പലപ്പോഴും കാണാൻ പോകുന്നത് അവൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാ അല്ലേ? ഒന്നും ആത്മാർത്ഥത ഇതിനൊന്നുമില്ല, ആത്മാർത്ഥത ഇതിനൊന്നുമില്ല. ആളുകൾ കാണാൻ പോകുന്ന എന്താ? ബാക്കവിയുടെ ഉമ്മ മരിച്ചു, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇർഷാദ് മൗലവി വരും. എന്താ കാര്യം? ഞങ്ങൾ ഇത്രയും വലിയ അടുത്ത സുഹൃത്തുക്കളായിട്ടൊന്ന് പോയില്ലെങ്കിൽ കാഞ്ഞാർ എന്ത് വിചാരിക്കും? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മരണമുണ്ടായി, കാഞ്ഞാറ് പോകും. കാര്യം എന്താ? അദ്ദേഹം എന്ത് വിചാരിക്കും? പക്ഷേ ഇർഷാദ് മൗലവി മരിക്കുമ്പോ, കാഞ്ഞാറ് മരിക്കുമ്പോ, അവൻ മരിച്ചിട്ട് കിടക്കുമ്പോഴാണ് ചിന്തിക്കും മനുഷ്യര്. കൂടുതലൊന്നും പറയാനില്ല. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർ കൽപ്പമാത്രം പോലെ. അവനവൻ മരിച്ചു കിടക്കുമ്പോ ലോകം കണ്ട ഏകാധിപതിയാണ് വിൻസെന്റ് ഗോമസ്. ആ വിൻസെന്റ് ഗോമസ് മരിച്ചു എന്ന് വാർത്ത പറഞ്ഞു ഏകാധിപതി. ആളുകൾ മുഴുവനും വന്ന് നോക്കുമ്പോ വിൻസെന്റ് ഗോമസ് മരിച്ചു കിടക്കുകയാണ്. അയാളുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറയാൻ തുടങ്ങി, ഇവൻ ചത്തുപോയല്ലോ, ഇവനെ കൊണ്ടത്ര പൊറുതിമുട്ടിയ ഏകാധിപതിയാണ് ഇവന്, ഇവന്റെ ശല്യം ഒടിഞ്ഞല്ലോ. അയാള് ചാടി എഴുന്നേറ്റ് കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് ആ പറഞ്ഞ മുഴുവനും വെടിവെച്ചിട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞ്, എന്നെ എതിർക്കുന്നവൻ ആരെന്നറിയാൻ, ഞാൻ വെറുതെ മരിച്ചെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഏകാധിപതികൾ ജീവിച്ച രാജ്യമാണ് ഈ രാജ്യം. അതുകൊണ്ട് സഹോദരാ, അവനവൻ മരിക്കുമ്പോ അവനവന്റെ മയ്യത്തിന്റെ പുറകിൽ 10,000 വരണം. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എന്റെ വീടിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ അവിടേക്ക് വരില്ലേ? അവിടെ വരുമ്പോ ഈ മുഖത്ത്, ഈ സ്ക്രീനിലൂടെ നിങ്ങൾ കാണുന്ന മുഖത്ത് വെള്ളത്തുണി കൊണ്ട് മറച്ചിട്ടിട്ടുണ്ട്. മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ. നിങ്ങൾ വന്നിട്ട് ആദ്യം മുഖം കാണണം. മരിച്ച ആളുടെ മുഖമാണ് കാണേണ്ടത്. തുണി അങ്ങോട്ട് മാറ്റുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ കഴിയണം, മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, ചിരിച്ചോണ്ട് കിടക്കാന്ന് തോന്നുമെന്ന് പറയാൻ. അതാണ് മരണം. മുഖത്ത് നോക്കിയിട്ട് പറയണം, അല്ലാഹുവേ അവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, മരിച്ചിട്ട് കിടക്കാൻ തോന്നൂല, അവൻ ചിരിച്ചോണ്ട് കിടക്കാം. എന്റെ പ്രിയപ്പെട്ട വന്ദ്യനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കോയ ഉസ്താദ് പൂന്തുറ വഫാത്തായി. എന്നെ ഞാനാക്കി മാറ്റിയ 17ാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ മോൻ പോയി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് വിട്ടതാണ്
ഇന്ന് വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു തുണ്ട് പേപ്പർ പോലും വെച്ചിട്ട് ഞാൻ നോക്കി പ്രസംഗിച്ചിട്ടില്ല. ഇത് മുഴുവനും പണ്ടങ്ങോ വായിക്കുകയും പറയുകയും ചെയ്ത ഓർമ്മയാണ്. അല്ലാതെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഇന്നേ വരെ തയ്യാറെടുത്തിട്ടില്ല. അത് പഴയ വായനയുടെ ഓർമ്മകളാണ്. അതാ മനുഷ്യന്റെ കൈതൊട്ടതിന്റെ പറക്കത്താണ്. ആലുവ തോട്ടക്കാട്ടുകര പള്ളിയുടെ വലതുഭാഗത്ത് കിടക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട മഹാന്. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരൊന്നുമില്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മനുഷ്യരിങ്ങുണ്ടാവില്ല. എൻ്റെ ഈ പ്രിയപ്പെട്ട മുഹമ്മദ് മൗലവിയുടെയും ഉസ്താദാണ്. അപ്പൊ ഞങ്ങളുടെ ഗുരുനാഥന് പുറത്തു കൊടുക്കട്ടെ. തോട്ടക്കാട്ടുകര പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഉസ്താദിന്റെ മയ്യത്തിറക്കുമ്പോ ആ മുഖത്ത് നോക്കുമ്പം എന്തോ ഒരു പുഞ്ചിരിയാണ്. അനുശോചന യോഗത്തിനാണ് ആ പള്ളിയുടെ പ്രസിഡന്റ് പറഞ്ഞത്, കോയ ഉസ്താദ് മരിച്ചു നിറഞ്ഞിട്ട് കാണാൻ പോയപ്പോ കോയ ഉസ്താദ് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്കും മരിക്കാൻ കൊതി തോന്നിപ്പോയെന്ന്. ആരുടെ കുട്ടിയെ? തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്റെ കഥയാണിത്. 3 മാസം മുമ്പ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെ മരിക്കണം. ജീവിതത്തിൽ ആർക്കും ആരുമാവാം, കോടീശ്വരനാകാം, ലക്ഷാധിപതിയാവാം. അതിനൊന്നും വേണമെന്നില്ല. ബിസിനസ് ചെയ്യാം, ലാഭം കിട്ടാം, വസ്തുക്കച്ചവടം ചെയ്യാം, ഗൾഫിന്റെ വരുമാനം ഉണ്ടാവാം. കോടിപതിയാവാനും ലക്ഷാധിപതിയാവാനും മുഖ്യമന്ത്രിയാവാനും പ്രസിഡന്റ് ആവാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആർക്കും കിട്ടും. പക്ഷെ ഈ ഭാഗ്യം മാനസാന്തരം വന്നവനെ കഴിയൂ. മരിക്കുന്ന സമയത്ത് മുഖത്ത് വന്ന് തുണി തുക്കി നോക്കിയിട്ട് പറയണം, ഇവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല. എന്തിനായി വെള്ളിയാഴ്ച വന്നത്? പറയണം, അല്ലാഹുവേ അല്ലാഹുവേ ദിനാരാവണം, അവന്റെ തെറ്റുകൾ മാറണം. ഗുനാഹോं की आदत छुड़ा मेरे मौला, मुझे नेक इंसान बना मेरे मौला. എന്റെ സർവ്വപാപങ്ങളും പുറത്തിട്ട് റബ്ബേ മരിക്കുന്ന സമയം മുത്തക്കിയായി പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം എൻ്റെ മയ്യത്ത് വീട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ഉമ്മ കിടന്ന് കരയുകയാണ്. എൻ്റെ ഉമ്മ ഉറക്ക കരയുകയാണ്. ഇതേവരെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഉമ്മ ഉറക്ക നിലവിളിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉമ്മ ഉറക്ക നിലവിളിക്കുന്ന നിലവിളി ശബ്ദം ആരെങ്കിലും ഉമ്മയുടെ നിലവിളി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉമ്മ ഉറക്ക കരയൂല. അതാ ഉമ്മ. ഇവളല്ല, ഈ വെട്ടിയരിഞ്ഞ അമ്മയല്ല. ഉമ്മ സ്നേഹസ്വരൂപിണിയായ ഉമ്മ. അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ട സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ ഒരിക്കലും ഉറക്ക നിലവിളിച്ച കരയും നമ്മൾ ഇന്നവരെ കേട്ടിട്ടില്ല. ഉണ്ടാ? ഇല്ല. എൻ്റെ ഉമ്മ ഉറക്ക നിലവിളിച്ച് കരഞ്ഞ ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇതേവരെ ഉറക്ക നിലവിളിച്ച് കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു കൈയിൽ 6 മാസം പ്രായമായി ഒരു മകൻ വയറ്റിന്റെ ഉള്ളിലും 1.5 വയസ്സുകാരൻ വലത്തെ കൈത്തണ്ടയിലും വെച്ച് പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയുമ്പോ ആ സമയത്തന്നെ മക്കളെ എങ്ങനെ വളർത്തുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് 20 വർഷം കൂലിപ്പണി ചെയ്തിട്ട് ഈ മക്കളെ വളർത്തി ഹാഫിളാക്കി ആലിമാക്കി അവസാനം കോരിച്ചൊരിയുന്ന പേമാരിയുടെ നടുവ് ഒരു കീറപ്പായിൽ കിടന്നിട്ട് പാതിരാത്രി സമയത്ത് കുണ്ടിൽ വന്ന് വെള്ളം നിറഞ്ഞിട്ട് കിടക്കാൻ കഴിയാതെ പാതിരാത്രിയിൽ പേമാരി ചിതത്തു തെയ്യുമ്പോ 2 ആമക്കളെ ഇടത്തും വലത്തും കെട്ടിപ്പിടിച്ചിട്ട് തലചായ്ക്കാൻ കഴിയാത്ത സമയത്തും എൻ്റെ ഉമ്മയുടെ കണ്ണിൽ 2 തുള്ളി കണ്ണുനീരേ കണ്ടിട്ടുള്ളൂ. അന്നും അവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം 10ാം ക്ലാസ് SSLC പൂർത്തിയായി നേരെ പോയി 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ഒരു വെള്ളിയാഴ്ച രാവിലെ കൊച്ചു വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിട്ട് ഉമ്മ ഞാൻ ഹാഫിള എന്ന് പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് കണ്ണിൽ 2 കണ്ണുനീര് തന്നിട്ട് എൻ്റെ കൺമണിയെ നീ എനിക്ക് സ്വർഗത്തിലൊരു കിരീടം തന്നല്ലോ എന്ന് കരഞ്ഞു. അപ്പോഴും 2 കണ്ണുനീര് തുള്ളിയെ നിശബ്ദമായി കൊണ്ടുള്ളൂ. അവസാനം കല്യാണം കഴിഞ്ഞ് എൻ്റെ മക്കളെ താലോലിച്ച് അവർക്ക് മുത്തം കൊടുത്തിരിക്കുമ്പോഴും രാവിലെ ശനിയാഴ്ച ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച രാവിലെ വഅ്ള് പറഞ്ഞ് തളർന്ന് സുബഹിക്ക് യാത്ര ചെയ്ത് വീട്ടിലിരിക്കുമ്പോ
എൻ്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, മോനെ എങ്ങനെ ഇരുന്ന ശരീരമാണ് യാത്ര ചെയ്ത് വകുത് പറഞ്ഞ് ഈ കോലമായല്ലോ, ഇനിയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നുകൂടെ എന്ന് പറഞ്ഞ് ആ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടു. ഇന്നേ വരെ ഈ 36 വർഷത്തിന്റെ ഇടയിൽ എൻ്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മ ഓർക്കാനാണ്. ഈ 36 വർഷത്തിന്റെ ഇടയിൽ എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ ഇതേവരെ കേട്ടിട്ടേ ഇല്ല. പക്ഷേ നാളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിന്റെ മയ്യത്തെടുക്കുകയാണ്. ആ സമയത്ത് മോദിയും വിളിച്ചു പറഞ്ഞു, എല്ലാവരും കാണേണ്ടവരെല്ലാം കണ്ടോ, മയ്യത്തെടുക്കാൻ പോവുകയാണ്. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാല് കട്ടിലിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വീടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. നന്നാട്ടുകാവ് പള്ളിയുടെ പുറകിലെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ഒടുക്കത്തെ യാത്ര പോവുകയാണ്. എല്ലാവരും പറഞ്ഞു, കാണേണ്ടവര് കണ്ടോ. ആ സമയത്തിന്റെ ഭാര്യ ഉറക്കെ കരയുന്നുണ്ട്, എൻ്റെ മക്കള് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വാപ്പാ. പക്ഷേ 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 യുനാദൂന ഖൽഫൽ ഐശി മൻ ലാ യുജിബുഹും വഖുർബുക ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. എൻ്റെ മക്കളോട് മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ തൊണ്ടയിലെ വെള്ളം വെട്ടിപ്പോയല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ മയ്യത്തെടുക്കുകയാണ്. ആ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്താണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്ക ഒരു നിലവിളി കേട്ടത്. അതെന്റെ ഉമ്മയുടെ നിലവിളിയാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ നീ പോവുകയാണോ? മടിത്തട്ടിലിരുത്തി നിനക്ക് ഞാൻ അമ്മയും ഞെപ്പാല് തന്നത് മുതൽ ഇന്നീ വാർദ്ധക്യകാലത്തൊരു തുള്ളി ഭക്ഷണം എനിക്ക് തന്നത് നീയാണ്. കൺമണിയെ മണ്ണിന്റെ അടിയിലേക്ക് നീ പോവുകയാണോ? എൻ്റെ കണ്ണേ കരളെ, ഇനി എന്നാണ് ഈ ഉമ്മ ഈ പൊന്നുമോനെ കാണുക? എന്നാണ് എൻ്റെ ഉമ്മയുടെ നിലവിളി ആദ്യം ഉച്ചത്തിൽ ഞാൻ കേട്ടത്. എന്നാണ് നമ്മുടെ ഉമ്മ ജീവിതത്തിൽ ആദ്യമായി ഉറക്കെ കരഞ്ഞത്. ഉമ്മ ഉറക്കെ കരയും, ഭാര്യ കെട്ടിപ്പിടിച്ചു കരയും, ജീവിതത്തിൽ വന്നിട്ട് എന്നെ ഒറ്റയാക്കി പോയല്ലോ. മക്കള് നെഞ്ചത്തടിച്ച് കരയും. മലയാളത്തിന്റെ സിനിമാ നടൻ പറഞ്ഞു, മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ വാപ്പ മരിക്കുമ്പോൾ നിങ്ങൾ വാപ്പാടെ മയ്യത്തി പിടിച്ച് കരയരുത്, വാപ്പ മരിക്കുമ്പോൾ നെഞ്ചും വിരിച്ചിട്ടാ കിടക്കണേന്ന്. മരിച്ച ആരുടെ നെഞ്ചാടാ വിരിയാത്തത്? ഏത് മെലിഞ്ഞവനും മരിച്ചാൽ അവൻ തടിച്ചു വീർക്കും, അവനെ നെഞ്ച് വീർക്കും. മക്കള് കരയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ചിരിക്കണം. എനിക്ക് എൻ്റെ ഭാര്യ കരയുന്നു, എൻ്റെ മക്കള് കരയുന്നു, നിന്റെ ഭാര്യ കരയുന്നു, നിന്റെ മക്കള് കരയുന്നു, നിന്റെ ഉമ്മ നിലവിളിക്കുന്നു, കൂട്ടുകാര് കരയുന്നു. ആ സമയത്ത് ഞാനാണെങ്കിലോ പള്ളിക്കാട്ടിലേക്ക് സന്തൂക്ക് കെട്ടിൽ പോവാ. ആ സമയത്ത് എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് കരയുമ്പോൾ മയ്യത്ത് കെട്ടിൽ മലന്ന് കിടന്നിട്ട് എനിക്ക് ചിരിക്കണം, ആത്മാവിന് ചിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.